നമസ്തേ, പുതൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യ തലസ്ഥാനം കാവി പുതയ്ക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം. ബിജെപിക്ക് 4-ൽ 3 ഭൂരിപക്ഷം പ്രവചിച്ച് പീപ്പിൾസ് പ്ലസ്. കേവല ഭൂരിപക്ഷം കടക്കുമെന്ന് ഭൂരിഭാഗം ഏജൻസികളും. കനത്ത തിരിച്ചടി നേരിട്ട് ആപ്പ്. ചിത്രത്തിലില്ലാതെ കോൺഗ്രസ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ക്രമക്കേടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ഇടപെടൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാൻ ദേവസ്വത്തിന് നിർദ്ദേശം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും സാധാരണയിലും അധികം താപനില അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യത. കൊല്ലത്ത് ഇടതുമുന്നണിയിലെ പൊട്ടിത്തെറിയിൽ പരിഹാരം കാണാനാകാതെ നേതൃത്വം. ധാരണ പ്രകാരമുള്ള കോർപ്പറേഷൻ മേയർ സ്ഥാനം നൽകാത്തതിനാൽ ഇനി CPM-നൊപ്പം മുന്നോട്ടില്ല എന്ന് CPI. പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പരാതികൾ പരിശോധിച്ച ക്രൈംബ്രാഞ്ച്. ആലപ്പുഴയിൽ തട്ടിപ്പിന് ഇരയായവരിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും. പരാതികൾക്ക് തടയിടാൻ ശ്രമവുമായി തട്ടിപ്പുകാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിനെ പ്രതിക്കൂട്ടിലാക്കിയ അധ്യാപകരുടെ മൊഴി. ഷുഹൈബ് തയ്യാറാക്കിയ ചോദ്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന അധ്യാപകരുടെ മൊഴി. ഒളിവിൽ തുടർന്ന് ഷുഹൈബ്. ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 മുതൽ നാഗ്പൂരിൽ. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പര. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടു പിന്നാലെ ഡൽഹിയിൽ BJPക്ക് മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. ആം ആദ്മി പാർട്ടി ഇഞ്ചോടിഞ്ച് പോരാടുമെന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുമ്പോൾ രാജ്യതലസ്ഥാനം കോൺഗ്രസിനെ പൂർണ്ണമായും തഴഞ്ഞു. ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ചയാണ് പ്രഖ്യാപിക്കുക. ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ BJP ഭരിക്കുമെന്നാണ്. ടൈംസ് നൗ സർവേയിൽ BJP 37 മുതൽ 43 സീറ്റുകൾ നേടുമെന്ന് സൂചിപ്പിക്കുമ്പോൾ ചാണക്യ 39 മുതൽ 44 സീറ്റുകൾ BJP വിജയം പ്രവചിക്കുന്നു. പോൾസ് ഓഫ് പോൾസ് നടത്തിയ സർവേയിൽ BJP 42 മുതൽ 50 സീറ്റുകൾ നേടുമെന്നും പീമാർക്ക് സർവേയിൽ BJP 39 മുതൽ 49 സീറ്റുകളും പോൾ ഡയറി 42 മുതൽ 50 സീറ്റുകളിലും BJP വിജയം പ്രവചിക്കുന്നു. വി പ്രസൈഡ് സർവേയിൽ BJP 18 മുതൽ 23 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് വ്യക്തമാക്കുമ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ വ്യക്തമാക്കുന്നത് BJP 40 മുതൽ 44 സീറ്റുകൾ നേടുമെന്നാണ്. മൈൻഡ് ബ്രിങ് സർവേയിൽ BJP 21 മുതൽ 25 സീറ്റുകൾ ഒതുങ്ങുമെന്നും സൂചിപ്പിക്കുന്നു. ഡൽഹിയിൽ ദുരന്തമൊഴിയുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിച്ചത്. ആം ആദ്മി പാർട്ടി ഭരണത്തിലേറില്ലെന്നാണ് മിക്ക സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. മാട്രിക്സ് സർവേ വ്യക്തമാക്കുന്നത് ആം ആദ്മി പാർട്ടി 32 മുതൽ 37 സീറ്റുകൾ നേടുമെന്നാണ്. അതേസമയം JVC സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി 22 മുതൽ 31 സീറ്റുകളിൽ മാത്രം ചുരുങ്ങുമെന്നാണ്. പീമാർക്ക് സർവേയിൽ സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി 21 മുതൽ 31 സീറ്റുകൾ നേടുമെന്നാണ്. 18 മുതൽ 25 സീറ്റുകൾ പോൾ ഡയറി പ്രവചിച്ചപ്പോൾ വി പ്രസൈഡ് സർവേ വ്യക്തമാക്കുന്നത് 46 മുതൽ 52 സീറ്റുകൾ AAP നേടുമെന്നാണ്. 25 മുതൽ 28 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ചാണക്യ പ്രവചിച്ചത്. 25 മുതൽ 29 സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടുമെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് സർവേയും വ്യക്തമാക്കുന്നു. അതേസമയം പുറത്തുവന്ന സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പരമാവധി കോൺഗ്രസിന് 2 സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ്. എന്നാൽ ഭൂരിഭാഗം സർവേ ഫലങ്ങളും കോൺഗ്രസ് സീറ്റുകളൊന്നും തന്നെ നേടില്ല എന്നും സൂചിപ്പിക്കുന്നു. ജനം, ഡൽഹി.
സംസ്ഥാന ബജറ്റ് നാളെ. തനത് വരുമാനം ഉയരാതെ സംസ്ഥാനത്തിന് കടക്കണിയിൽ നിന്ന് മോചനമുണ്ടാകില്ല എന്നതാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി KN ബാലഗോപാലിന് മുന്നിലെ ഏറ്റവും വലിയ ഭീഷണി. കേന്ദ്ര ഗ്രാന്റും നികുതി വിഹിതവും വായ്പയും മാത്രം ആശ്രയിക്കുന്ന സാമ്പത്തിക മാനേജ്മെന്റിൽ മാറ്റം വരുത്തി മറ്റ് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിയേ മതിയാകും. ഒരുപക്ഷെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയായിരിക്കും ദേവിക. കാരണം റവന്യൂ എന്ന് പറയുന്നത് യാതൊന്നുമില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് വ്യവസായ സ്ഥാപനങ്ങളില്ല. ഒരു വരുമാന സ്രോതസ് എന്നുള്ള രീതിയിൽ സംസ്ഥാനം ഇപ്പോൾ വലിയ രീതിയിലേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഏതു രീതിയിൽ ധനസമ്പാദനം എന്നുള്ളതാണ് കുഴയ്ക്കുന്ന ഒരു ചോദ്യം. അതിനായി ഇങ്ങനെ നിരന്തരം കടമെടുക്കുക, കേന്ദ്രത്തിനോട് ചോദിക്കുക, ഇതല്ലാതെ സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്തിനുള്ളിൽ നിന്നൊരു വരുമാനം എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഒരു പരാജയമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ധൂർത്തിന് ഒരു കുറവും കാണുന്നുമില്ല. എന്തായാലും നാളെ സംസ്ഥാന ബജറ്റ് വരുമ്പോൾ നമ്മളോടൊപ്പം ടിൻഡു ദാസ് കൂടി ചേരുന്നുണ്ട്. ടിൻഡു, നാളെ സംസ്ഥാന ബജറ്റാണ്, എങ്ങനെ നോക്കിക്കാണാം? ദേവിക, രോഹിണി, നമസ്കാരം. നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ ഇനി 1.5 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു ബജറ്റ് അവതരണം അത് ജനക്ഷേമമായിരിക്കുമോ എന്നാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്. ഇനി ഏതാണ്ട് 1.5 വർഷമുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഇനി ഏതാണ്ട് 10 മാസമേ ഉള്ളൂ. ഈ 10 മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യം നടക്കുമോ എന്ന് കൂടിയാണ് അറിയേണ്ടത്. നമുക്കറിയാം 24,000 കോടി രൂപയുടെ വികസന പാക്കേജ് ആയിരുന്നു സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ കേന്ദ്രം തദ്ദേശ സ്ഥാപനങ്ങൾക്കും ടൂറിസം മേഖലയിലൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ്, ഒരുപക്ഷെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഇത്തവണ ബജറ്റ് അത് അവതരിപ്പിച്ചത്. വിനോദസഞ്ചാര മേഖലയിലെ മുദ്രാ ലോൺ വർദ്ധിപ്പിച്ചത് നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര മേഖലയിൽ ഈ ഹോം ലോണുകൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹോം ലോൺ എടുത്തുകൊണ്ട് ഹോം സ്റ്റേകൾക്ക് ലോൺ എടുത്തുകൊണ്ട് ഹോം സ്റ്റേകൾ പ്രൊമോട്ട് ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഒരു മുതൽക്കൂട്ടെന്ന നിലയിലാണ് കേന്ദ്രം മുദ്രാ ലോൺ, ഹോം സ്റ്റേകൾക്കുള്ള മുദ്രാ ലോൺ വർദ്ധിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസിൽ 100% വിദേശ നിക്ഷേപം, അതോടൊപ്പം തന്നെ മറ്റ് വിനോദസഞ്ചാര മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രഖ്യാപനങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ ഊന്നിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വികസന നയങ്ങളെ ഊന്നിക്കൊണ്ടുള്ളൊരു ബജറ്റ് ആയിരിക്കുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 24,000 കോടി രൂപയുടെ വികസന പാക്കേജ് എന്നൊക്കെ കേരളം പറയുന്നുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ നാളെ പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ വരാനിരിക്കുന്നതാണ് കാണേണ്ടത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 1,600 കോടിയോളം രൂപ വിനോദസഞ്ചാര മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഏത് ഘട്ടം വരെ ഉപയോഗിച്ചു എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത കൊടുത്തതാണ്. പിന്നീടുള്ളത് പുനർഗേഹം പദ്ധതി, അതോടൊപ്പം തന്നെ KSRTCയിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ, അതോടൊപ്പം തന്നെ അടിസ്ഥാന നികുതിയിലെ വർധനവ്, ഇതൊക്കെയാണ് ഒരുപക്ഷെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. അടിസ്ഥാന നികുതിയിലെ വർധനവില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ധനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കാരണം മാറി വരുന്ന കാലങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ സർക്കാരുകളും അടിസ്ഥാന നികുതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ അടിസ്ഥാന നികുതിയിലുള്ള മാറ്റമാണ് നിത്യച്ചെലവുകൾക്ക് പോലും പണം കണ്ടെത്തേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ അടിസ്ഥാന നികുതിയിലെ മാറ്റം വരുന്നത് അത് പൊതുജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. നമുക്കറിയാം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ബജറ്റിൽ ഇന്ധന നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കം വന്നു. കഴിഞ്ഞ ബജറ്റിലും ഏതാണ്ട് അത്തരത്തിൽ ജനങ്ങളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ക്ഷേമ പെൻഷനിലെ വർധനവാണ്. നിലവിൽ ക്ഷേമ പെൻഷന്റെ വർധനവിനെ പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത്തരത്തിലൊരു വർധനവ് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പിന്നീടുള്ളത് വിഴിഞ്ഞവും വയനാടുമാണ്. വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെയൊക്കെ വലിയ രീതിയിലുള്ള തുകയൊക്കെ പ്രഖ്യാപിച്ചു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ബജറ്റിലും വയനാടിന് ഒരു പരിഗണന ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിഴിഞ്ഞം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചറാണ്. അപ്പോൾ എല്ലാ പ്രഖ്യാപനങ്ങളും വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ടൊരു തുക വകയിരുത്തുകയും വ്യവസായം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പ്രഖ്യാപനമൊക്കെ നമുക്കറിയാം, റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റിംഗ് റോഡുമായി ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ, തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ മറ്റ് റോഡ് കണക്ടിവിറ്റി തുടങ്ങിയവയൊക്കെ ഇതുവരെ ഒരു ഘട്ടം പോലും ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ സാധിച്ചു
സാധിച്ചിട്ടില്ല. അപ്പോഴും പറയുന്നത് വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് അധിക തുക സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ്. പിന്നീടുള്ളത് ഈ KSRTCയിലെ പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കിഫ്ബി കഴിഞ്ഞ വർഷം കിഫ്ബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകബാങ്കിന്റെ സഹായമാണ് കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്നതെങ്കിലും പക്ഷെ ആ പ്രഖ്യാപനങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. കിഫ്ബി മാറ്റി നിർത്തിക്കൊണ്ട് ലോകബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കാർഷിക മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്നൊരു പ്രഖ്യാപനം. പക്ഷേ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ടും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് റബ്ബറിന്റെ താങ്ങുവിലയാണ്. അത് കഴിഞ്ഞ തവണ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും കർഷകൻ സഹായമാകുന്ന രീതിയിലുള്ള ഒരു വർധന ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് വന്യജീവി പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, അവയൊക്കെ വലിയൊരു കൂമ്പാരം പോലെ സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ, അതുകൊണ്ട് സഹായങ്ങൾ അല്ലെങ്കിൽ ആ മേഖലയിൽ വരേണ്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശരിയായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ സർക്കാർ ഒരു പുതിയ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ട് FFW എന്ന പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ നടത്തിപ്പ് പോലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സർവേ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മലയോര മേഖലയിലെ ജനങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്ന് നമുക്ക് ഈ ബജറ്റിൽ കണ്ടറിയണം. അതോടൊപ്പം പിന്നെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളാണ്. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം പുനർഗേഹവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പുനരധിവാസ പദ്ധതികളും. കഴിഞ്ഞ വർഷം 40 കോടി രൂപ ഈ പുനർഗേഹം പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയെങ്കിലും വകയിരുത്തിയെങ്കിലും 27 കോടി രൂപ മാത്രമാണ്. 27 കോടി രൂപ ഇപ്പോഴും ഈ പദ്ധതി പ്രകാരം ചെലവാക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുനരധിവാസി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ്, അതോടൊപ്പം തന്നെ വീടൊക്കെ നൽകിയതൊക്കെ എണ്ണമൊക്കെ വളരെ കുറവാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള സിറ്റുവേഷൻ അനുഭവിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളാണ്. അവരെ പോലും 777 പേരെ മാത്രമേ സർക്കാരിന് പുനരധിവസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ പോരായ്മകളൊക്കെ ഇത്തവണത്തെ ബജറ്റിലുണ്ട്. പക്ഷേ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു 10 മാസം കൂടിയുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാത്തിരിക്കേണ്ടത്. രോഹിണി. അതെ, തീർച്ചയായും ടിൻറ്റു പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കടമെടുത്ത് പെൻഷൻ നൽകേണ്ട സാഹചര്യമാണ്. എന്തായാലും ഏത് രീതിയിലുള്ള ബജറ്റായിരിക്കും നാളെ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. ഇന്നലെ മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ക്രമക്കേട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി വിശദീകരണം തേടി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം. സ്വർണം, വെള്ളി, ലോക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ച തുകയിൽ 27 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയതായാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമായിട്ടുള്ളത്. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ് തിരിമറി. രേഷ്മ ബാബു, സുധീഷ് ഗോപാൽ, കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, നമുക്കറിയാം ബാങ്ക് നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിലാണ് 27 ലക്ഷത്തിലധികം രൂപയുടെ വ്യത്യാസമുണ്ടായിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് നടന്നായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം വിൽപ്പന നടത്തിയിട്ടുള്ള സ്വർണം, വെള്ളി, ലോക്കറ്റുകളുടെ വിൽപ്പനയിലും ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചതിലടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. 2019 മുതൽ 2022 വരെയുള്ള 3 വർഷ കാലയളവിൽ സ്വർണം, വെള്ളി, ലോക്കറ്റുകൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 27 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലായിരുന്നു ഗുരുവായൂർ ദേവസ്വം പണം നിക്ഷേപിച്ചിരുന്നത്. ഈ ലോക്കറ്റ് വിൽപ്പനയും മറ്റുമൊക്കെ ബന്ധപ്പെട്ടുള്ള വരുമാനമായിട്ടുള്ള പണം നിക്ഷേപിച്ചിരുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിലായിരുന്നു. എന്നാൽ ബാങ്കിലേക്ക് നൽകിയിട്ടുള്ള സ്ലിപ്പും ബാങ്ക് നൽകുന്ന സ്ലിപ്പും ഒപ്പം അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള പണവും തമ്മിൽ വലിയ തരത്തിലുള്ള പൊരുത്തക്കേട് തന്നെയാണ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ CCTV സ്ഥാപിക്കുന്നതിന് വേണ്ടി കരാർ ജീവനക്കാരന് ബില്ല് നൽകിയതുമായി ബന്ധപ്പെട്ടും വലിയ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. കേന്ദ്ര പദ്ധതിയായിട്ടുള്ള പ്രസാദ് പദ്ധതി നിലനിൽക്കെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പണം ചിലവഴിച്ചുകൊണ്ട് CCTV സ്ഥാപിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഏതായാലും ഈ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ
ഗുരുവായൂർ ദേവസ്വം നടത്തിയിട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ ഒരു ക്രമക്കേട് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ഏതായാലും ഓഡിറ്റ് വിഭാഗം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 മെയ് മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടിൽ കൂടുതൽ വിശദീകരണം നൽകാനായിട്ട് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേവിക. ശരി. ഇടതുമുന്നണിയിലെ CPM ഏകാധിപത്യത്തിൽ അതൃപ്തി രൂക്ഷമാകുന്നു. നിർണായക തീരുമാനങ്ങളിൽ ഘടകകക്ഷികളെ പരിഗണിക്കുന്നില്ലെന്നാണ് പൊതുവികാരം. വന നിയമ ഭേദഗതി, ബ്രൂവറി എന്നിവയ്ക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല ബില്ലിലും എതിർപ്പുയരുന്നത് ഈ അതൃപ്തി മൂലമാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമുക്കറിയാം LDF എന്നുള്ള ഒരു കൂട്ടായ തീരുമാനം എടുക്കേണ്ടതിന് പകരം പലപ്പോഴും CPMന്റെ ആധിപത്യം വെച്ച് പുലർത്തുന്നു എന്നുള്ളത് ഘടകകക്ഷികൾ നേരത്തെ തന്നെ ആരോപിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബ്രൂവറി വിഷയത്തിൽ അടക്കം പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് RJDയും CPIയും ഒക്കെ രംഗത്ത് വന്നു. എന്തായാലും ഘടകകക്ഷികളെ പരിഗണിക്കുന്നില്ലെന്നുള്ള ആക്ഷേപം മറ നീക്കി പുറത്തു വരുമ്പോൾ വിമർശനം പരസ്യമാക്കാൻ തന്നെ ഘടകകക്ഷികളും തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് അടുത്തിടെ LDFിലെ ഒരു ഘടകകക്ഷി സർക്കാരിന്റെ തീരുമാനങ്ങളെ തുറന്നു തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അന്ന് മലയോര ക്രൈസ്തവ വോട്ട് ബാങ്കിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമാണ് ഈ രീതിയിൽ സർക്കാരിനെ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയും മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും ചെയ്തത്. പക്ഷെ അന്നും ആദ്യഘട്ടത്തിൽ ഈ വിഷയം വേണ്ടത്ര ഒരു പരിഗണന സർക്കാർ നൽകിയില്ല. വനം വകുപ്പ് എടുത്ത തീരുമാനങ്ങൾ വനനിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള പരാമർശങ്ങളായിരുന്നു ആദ്യം വനമന്ത്രിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ നടത്തിയത്. പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ക്രിസ്ത്യൻ സഭകളടക്കം നടത്തുന്നു, മലയോര മേഖലയിൽ ജനങ്ങൾ നടത്തുന്നു. രാഷ്ട്രീയ പാർട്ടികളിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ കാര്യങ്ങൾ കൈവിടുന്നു എന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നു അന്ന് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി വനനിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനവും നടത്തിയത്. അതിൽ വലിയ അതൃപ്തി കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മുന്നണി വിടുന്നതടക്കമുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പാർട്ടിയിൽ ഉയർന്നിരുന്നു. CPM ഇക്കാര്യത്തിലൊന്നും തങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് അർഹമായ മാന്യത നൽകുന്നില്ല തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ ഇത്തരം അവരുടെ യോഗങ്ങളിൽ പോലും ചില നേതാക്കൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നണി വിടണമെന്ന ആവശ്യം പോലും സജീവമായി ഉയർന്നു കേട്ടതാണ്. ഇതിന് പിന്നാലെയാണ് ബ്രൂവറി വിവാദം വരുന്നത്. ആദ്യഘട്ടത്തിൽ ബ്രൂവറിയിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിരുന്ന CPI പിന്നീട് പാലക്കാട് ജില്ലാ ഘടകമടക്കം വലിയ വിമർശനം ഉയർത്തിയതോടെ ഒരു ശക്തമായ നിലപാട് കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗത്തോടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് പോയി. ഈ ജലചൂഷണം അനുവദിക്കുന്നില്ലെന്ന നിലപാടെടുത്ത CPI പിന്നീട് ഈ വിഷയം പഠിക്കാൻ മന്ത്രിമാരെ അടക്കം ഒരു സമിതി രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു കൂടാ. ഈ ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് NCPയിൽ ഒരു JDSൽ ഒരു ഗ്രൂപ്പ് പോരാട്ടത്തിന് പോലും വഴി തുറക്കുന്ന കാഴ്ച കണ്ടതാണെന്ന് JDSന്റെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ട് കൂടി ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിവിധ നേതാക്കൾ ഉയർത്തുന്ന കാഴ്ച കണ്ടതാണ്. അന്ന് ഈ ബ്രൂവറിയെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരം പദ്ധതികളെ തുറന്നെടുത്തിട്ടുള്ള സംഘടനയുടെ മന്ത്രിക്ക് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലുള്ള വിമർശനം കൃഷ്ണൻകുട്ടിക്കെതിരെ വരുന്നു. അത് പിന്നീട് വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്ന കാഴ്ച കണ്ടതാണ്. അന്ന് CPM JDSന് കൃത്യമായ പരിഗണന നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനവും അന്ന് നേതാക്കൾ ഉയർത്തിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി ഈ പറയുന്ന സ്വകാര്യ സർവകലാശാല ബില്ല് അത് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ല് വന്നിരുന്നുവെങ്കിലും CPI കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. നേരത്തെ ഈ വിഷയത്തിൽ അനുകൂല നിലപാടുണ്ടായിരുന്ന CPI ആണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതുമില്ല. ഈ ഘട്ടത്തിലാണ് RJDയുടെ കുറെ തുറന്ന എതിർപ്പുകൾ രംഗത്ത് വരുന്നത്. അതായത് ഒന്ന്, ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ RJD പറയുന്നു മദ്യനയം എന്ന് പറയുന്നത് നിലവിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള മദ്യനയം അത് ഇടതു മുന്നണി യോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു മദ്യനയമല്ല. പിന്നെ എങ്ങനെയാണ് ഈ മദ്യനയത്തെ തങ്ങൾ പിന്തുണയ്ക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു. പിന്നാലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് RJD
മന്ത്രിസഭ LDF യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളും സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നത്. ഈ വിഷയത്തിലും RJD പറയുന്നു തങ്ങൾക്ക് സ്വകാര്യ സർവകലാശാലകളോട് പൂർണ്ണമായ എതിർപ്പാണ്. കഴിഞ്ഞ മന്ത്രിസഭാ കഴിഞ്ഞ ഒരു LDF യോഗങ്ങളിലും ഈ വിഷയത്തിൽ കൃത്യമായ എതിർപ്പ് അറിയിച്ചതാണ്. അങ്ങനെ ഓരോ ഘടകകക്ഷികളും തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് RJD ആണ് ഈ ഏറ്റവും ശക്തമായ വിമർശനങ്ങളുമായി ഇടതുമുന്നണി യോഗത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള വ്യക്തത നൽകുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം CPIയുടെ ഒരു അഴികുഴമ്പൻ നിലപാട് എന്ന് പറയുന്നത് എക്കാലത്തും ചർച്ചയായിട്ടുള്ളതാണ്. പുറത്ത് തങ്ങൾ ഇത്തരത്തിലുള്ള ചരിത്ര ശക്തിയാണെന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും ഇടതുമുന്നണി യോഗങ്ങളിൽ കാര്യമായ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ മന്ത്രിസഭാ യോഗങ്ങളിൽ സ്വന്തം അഭിപ്രായം പറയാനോ കഴിയാതെ പോകുന്നൊരു പാർട്ടിയാണ് CPI. പക്ഷേ RJDയെ പോലെ CPIയുടെ അത്ര സംഘടനാ ശക്തി ഇല്ല എങ്കിൽ കൂടി ഈ നിലപാടുകളിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു സംഘടന എന്നുള്ളത് കൊണ്ട് തന്നെ RJDയുടെ തുറന്നു പറച്ചിൽ CPMനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നുണ്ട്. ഇടതുമുന്നണി യോഗം ചേരാൻ RJD ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗം ചേരുമെന്ന് LDF കൺവീനർ അറിയിച്ചിരിക്കുന്നു. അടുത്ത ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ ഇത്തരം പൊട്ടിത്തെറികൾ കൂടുതൽ സജീവമാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാത്ത ഒരു സാഹചര്യത്തെ പറ്റി കൃത്യമായ വിമർശനം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതെല്ലാം വിവാദത്തിലാകുമ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം വിവാദത്തിൽ പരിണമിക്കുമ്പോൾ അവസാനം അത് സർക്കാരിന് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട അവസ്ഥ വന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ പലപ്പോഴും പരസ്യമായി ഇത്തരം സർക്കാരിന്റെ ഇത്തരം വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പദ്ധതികളെയൊക്കെ ന്യായീകരിച്ച ഒടുവിൽ നാണം കെടേണ്ടി വരുന്നത് തങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനവും പലകുറി ഈ നേതാക്കന്മാരൊക്കെ രഹസ്യമായിട്ടെങ്കിലും CPMന്റെ സംസ്ഥാന നേതൃത്വത്തെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി ഇത്തരം നയങ്ങൾ, പ്രധാനപ്പെട്ട നയങ്ങൾ, മദ്യനയങ്ങൾ പോലെയുള്ളത് അല്ലെങ്കിൽ ഇത്തരം സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത്, വന നിയമ ഭേദഗതി പോലെയുള്ള ഇത്തരം പ്രധാനപ്പെട്ട നയങ്ങളും നിയമ ഭേദഗതികളും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് നേതാക്കൾ ഉയർത്തുന്നത്. അതായത് കൃത്യമായി ഇടതുമുന്നണിയിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതയൊക്കെ അടുത്ത LDF യോഗം ചേരുമ്പോഴുണ്ട് എന്നുള്ളതാണ്. ശരി പ്രജിത്ത്. സ്കൂട്ടർ തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെയുള്ള പരാതികൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. കിരൺകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, ഈ വിവിധ പരാതികൾ പല സ്റ്റേഷനുകളിലായി കിട്ടിയ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഇത് പരിശോധിച്ച് വരുന്നതിനിടയിൽ പോലും കൂടുതൽ പരാതികളുമായി ചിലർ രംഗത്തേക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ. ദേവിക, ഈ സംസ്ഥാന വ്യാപകമായി നടന്നിട്ടുള്ള തട്ടിപ്പിൻ്റെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നേരത്തെ മൂവാറ്റുപുഴയിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയായിട്ടുള്ള അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീടാണ് കൂടുതൽ പരാതികൾ സംസ്ഥാന വ്യാപകമായി തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ പരാതികൾ ഉയർന്നു വരാൻ തുടങ്ങിയിരുന്നു. എറണാകുളം ജില്ലയിൽ തന്നെ മൂവാറ്റുപുഴക്ക് പുറമെ 200ഓളം പേർ പരാതിയുമായി എത്തിയത് പറവൂരിലായിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നടക്കം ഇയാൾക്കെതിരായിട്ട് പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ കൊച്ചി യൂണിറ്റാണ് ഇതിൻ്റെ അന്വേഷണവുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ തന്നെയായിരുന്നു നേരത്തെ മൂവാറ്റുപുഴ പോലീസ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുന്നത്. 5 ദിവസത്തേക്കായിരുന്നു ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള തങ്ങളുടെ നിലപാട് അറിയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തത്. ഈ കേസിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കടന്നിട്ടുള്ളത്. നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. മാത്രവുമല്ല, നേരത്തെ ലഭിച്ചിട്ടുള്ള പരാതികളിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഡയറികളും ഫയലുകളൊക്കെ ക്രൈംബ്രാഞ്ച് പരിശോധിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നത് അത് പിന്നീട് രണ്ടാമതൊരു അപേക്ഷ നൽകുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടാകാൻ കൂടി ഏതായാലും സാധ്യതയുണ്ട്. നേരത്തെ പോലീസ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുന്നത്. ദേവിക. ശരി. ബാലരാമപുരം ദേവേന്ദു കൊലക്കേസിൽ തെളിവെടുപ്പിനൊരുങ്ങി പോലീസ്. പ്രതി ഹരികുമാറിനെ ഇന്ന് പോലീസ് തെളിവെടുപ്പിനെത്തിക്കും. 3 ദിവസത്തേക്കുള്ള കസ്റ്റഡി നാളെ അവസാനിക്കാനിരിക്കെ നടപടികൾ വേഗത്തിലാക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, പറയൂ.
രോഹിണി, ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ ഇന്ന് ഹരികുമാറുമായിട്ട് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബാലരാമപുരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കുകയാണ് ഇന്ന് ഇത്തരത്തിൽ തെളിവെടുപ്പിന് ഒരുങ്ങുന്നത്. ഹരികുമാറുമായിട്ട് നേരത്തെ ഒരു പ്രാവശ്യം ഈ ഹരികുമാർ താമസിച്ചത് ഹരികുമാറും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയും കുടുംബങ്ങളും താമസിച്ച വീട്ടിലെത്തിയിരുന്നെങ്കിലും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ തെളിവെടുപ്പിന് ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ഹരികുമാറിന് മാനസിക അസുഖം ഇല്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ദേവേന്ദു, അതായത് മരണപ്പെട്ട ദേവേന്ദുവിൻ്റെ അമ്മുമ്മ ശ്രീലത ഈ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഹരികുമാർ മാനസിക അസുഖങ്ങൾക്കുള്ള ചികിത്സയിലാണെന്ന് അമ്മ മൊഴി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഈ ഹരികുമാറിന് ഈ പ്രശ്നങ്ങളുണ്ടോ എന്ന് വിദഗ്ധരുമായിട്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ വിദഗ്ധരുമായിട്ട് ഉള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അമ്മ ശ്രീതു, അതായത് ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതുവിനെ 10ഓളം വരുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയുടെ മരണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മരണത്തിനൊരു ദുരൂഹത ഉണ്ടായിരുന്നു. കാരണം ഈ രാവിലെ 5:30 മണിയോടുകൂടി കുട്ടീനെ കാണാതാകുന്നുവെന്ന് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരം കിട്ടുന്നു. തുടർന്ന് പോലീസ് വന്ന് നടത്തിയ പരിശോധന 8 മണിയോടുകൂടി കുട്ടിയുടെ മൃതദേഹം വീട്ടിലെ തന്നെ കിണറ്റിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം കിട്ടിയ ഉടനെ തന്നെ വീട്ടുകാരെയും അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മയെയും അമ്മുമ്മയെയും അച്ഛനെയും അമ്മാവനെയും ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം അവരെ മൊഴി രേഖപ്പെടുത്തുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഹരികുമാർ ഇത്തരത്തിൽ ഏതാണ്ട് 1 മണിക്കൂറിനകത്തിനുള്ളിലാണ് ഹരികുമാർ താനാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്നൊരു മൊഴി കൊടുക്കുന്നത്. കുറ്റസമ്മതം നടത്തുകയായിരുന്നു. പക്ഷേ ആ കുറ്റസമ്മതം മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. എന്തിനാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ കിണറ്റിലേക്ക് എറിഞ്ഞു കൊല്ലാൻ മാത്രമുള്ള വൈരാഗ്യം അല്ലെങ്കിൽ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊല്ലാനുള്ള ഒരു ഇന്റൻഷൻ എന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവെടുപ്പ് ഇത്രയും വൈകുന്നതും. അതോടൊപ്പം തന്നെ ഈ ഹരികുമാർ ഇത്തരത്തിൽ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. താനല്ല കുട്ടിയെ കൊന്നത് എന്ന രീതിയിലാണ് ഹരികുമാർ മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹരികുമാറിന് മാനസിക അസ്വസ്ഥങ്ങളുണ്ട് എന്നൊരു അന്വേഷണത്തിലാണ് അത്തരത്തിലൊരു നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോയത്. എന്തായാലും ഇന്ന് ഹരികുമാറുമായിട്ട് തെളിവെടുപ്പ് നടത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അമ്മയെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. രോഹിണി, ശരി, ടിൻറ്റുവാണ് വിവരങ്ങൾ നൽകിയത്. ലോൺ ആപ്പ് തട്ടിപ്പിനൊപ്പം ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുകളിലും കൂടുതൽ അറസ്റ്റുകൾക്കൊരുങ്ങി ഇ.ഡി. ലോൺ, ട്രേഡ്, ഗെയിം ആപ്പ് തട്ടിപ്പു സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് വിദേശത്തു നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലോൺ ആപ്പ് തട്ടിപ്പിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ചെന്നൈയിൽ ഉന്നത ബന്ധങ്ങളുള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ഈ ലോൺ ആപ്പ് തട്ടിപ്പ് വളരെ വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത്. മാത്രമല്ല ഗെയിം തട്ടിപ്പുകൾ, ഇങ്ങനെ വിവിധ തട്ടിപ്പുകൾ ആപ്പുകളിലൂടെ നടക്കുന്ന ഒരു സാഹചര്യം. ഇതിന് കൃത്യമായൊരു ബോധവൽക്കരണം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നൽകിയാലും വീണ്ടും വീണ്ടും ജനങ്ങൾ ഈ ഒരു കെണിയിലേക്ക് ചെന്ന് വീഴുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഇ.ഡിയുടെ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുകയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ 6 പേരെ ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 6 പേരെ ഇ.ഡി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നടക്കം ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഘത്തിന് വിദേശ ബന്ധങ്ങൾ കൂടിയുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഇ.ഡി എത്തിയിരിക്കുന്നത്. ഇവർക്ക് വിദേശ ബന്ധമുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പുറത്തു നടക്കം മറ്റ് ബന്ധങ്ങളുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലേക്കടക്കം വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ സംഘം എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് ഇ.ഡി എത്തിയിരിക്കുന്നത്. ഇവരെ പ്രധാനമായിട്ടും ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് ഈ ആപ്പിൻ്റെ പ്രചരണങ്ങൾ നടത്തുകയും ഒപ്പം വ്യാജ സിം കാർഡുകൾ അടക്കം ശേഖരിച്ചിട്ടുള്ളത് ഇങ്ങനെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് ഇ.ഡി എത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ഈ രാജ്യത്തിന് പുറത്തേക്കുള്ള അന്വേഷണത്തിലേക്ക് അടക്കം ഇ.ഡി കടക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഏതായാലും ഈ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുകൾ വഴി 15ഓളം കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിവിധ ആളുകൾക്കായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ്
ആദ്യഘട്ടത്തിൽ തന്നെ EDക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ വഴി ഏകദേശം 1650 കോടി രൂപയുടെ നഷ്ടമാണ് നിരവധി ആളുകൾക്കായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതും ഒപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ കണ്ണുകളിലേക്ക് കൂടിയുള്ള അന്വേഷണം വ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഏതായാലും EDയുടെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ശരി. തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്നും ചാടി 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. സ്കൂളിലെ റാഗിങ്ങിനെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന പരാതിയിലായിരുന്നു അന്വേഷണം. സംഭവത്തിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. കിരൺകുമാർ ചേരുന്നു. കിരൺ, എന്തായാലും ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പോലീസ് അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതു രീതിയിലുള്ള പരാമർശങ്ങളാകും റിപ്പോർട്ടിൽ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിലെ 15-കാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ അന്വേഷണം അടക്കം വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുന്നത്. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടക്കം ഭാഗത്തു നിന്നും ഒപ്പം തന്നെ രക്ഷിതാക്കളിൽ നിന്നടക്കം നേരത്തെ ഈ സംഘം ഇവരുടെ ഇവരിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഏതായാലും സ്കൂൾ അധികൃതരും ഇപ്പോഴും ഇവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഈ കുട്ടിക്ക് ഈ സംഭവ ദിവസം, അതായത് ഈ രക്ഷിതാക്കൾ ആരോപിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നേരിട്ടിട്ടില്ല. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റാഗിംഗ് ഒന്നും ഈ ദിവസം നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്. ഇവർ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയുണ്ടായിരുന്നു. നേരത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ കേസ് അന്വേഷണം നടത്തുന്നത്. ഈ സമയത്തും ഇവർ CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കി കാണിക്കുകയുണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായിരുന്നു. ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അന്നേ ദിവസമുള്ള CCTV ദൃശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സ്കൂൾ അധികൃതർ ഇവർക്ക് വെച്ചത്. ഒപ്പം തന്നെ ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തുള്ള സ്കൂൾ ബസ്സിലെ ഡ്രൈവറെയും ഒപ്പം അടക്കമുള്ള ആളുകളുടെയും മൊഴി ഏതായാലും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം സൂചിപ്പിക്കുന്നത് ഈ 15-ാം തീയതി കുട്ടി ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള ദിവസം കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സ്കൂളിൽ നിന്ന് നേരിട്ടിട്ടില്ല. മാത്രമല്ല കുട്ടികളോട് മറ്റ് വിദ്യാർത്ഥികളോടൊക്കെ എല്ലാം തന്നെ സാധാരണ രീതിയിൽ മാത്രമാണ് ഈ മിഹിർ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള റാഗിങ്ങോ അല്ലെങ്കിൽ കുട്ടിയോട് വിവേചനപരമായിട്ടുള്ള പെരുമാറ്റമോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതേസമയത്ത് തന്നെ രക്ഷിതാക്കൾ ഏതാനും ചില കുട്ടികളുടെ പേരുകൾ പറയുന്നുണ്ട്. അതായത് മിഹിറിനെ റാഗ് ചെയ്തു അല്ലെങ്കിൽ മിഹിറിനെതിരായിട്ട് പെരുമാറിയിട്ടുള്ള കുട്ടികളെ ഏതാനും ചില കുട്ടികളുടെ പേര് പറയുന്നുണ്ട്. ഇതിന് തെളിവായിട്ട് ഇവർ ഈ കുട്ടികൾ നടത്തിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും നേരത്തെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ ഗ്ലോബൽ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കൂടി അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ രക്ഷിതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കൊളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി ചാടിപ്പോയി. മയക്കുവെടി വയ്ക്കുന്നതിനിടെയാണ് പുലി തുരങ്കത്തിൽ നിന്നും ചാടിപ്പോയത്. പുലർച്ചെ 3 മണിയോടെ വയനാട്ടിൽ നിന്നും എത്തിയ RRT സംഘമാണ് പുലിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ആ പ്രദേശത്താകെ ഭീതി പരത്തിയ ഒരു പുലി കൂടിയാണ്. ഈ പുലിയെ പിടികൂടണം അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന അവിടെയുള്ള ഭയത്തെ അകറ്റണം എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ച് ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ പുലിയാണ് ഇന്ന് പന്നിക്ക് വെച്ച കെണിയിൽ അകപ്പെടുകയും പക്ഷേ പുലിയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പുലി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അവിടെ ജാഗ്രത തുടരുന്നുണ്ടോ? RRT സംഘം അവിടെ വീണ്ടും തുടരുകയാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള? ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ ചാളക്കോട് മടന്നക്കോട് സ്വദേശിയായിട്ടുള്ള കൃഷ്ണന്റെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു തുരങ്കത്തിൽ, ഒരു കുഴിയിൽ ഈ പുലിയെ കണ്ടെത്തുന്നത്. ഈ ഗർജനം കേട്ട് നാട്ടുകാരാണ് ആദ്യം ആ പ്രദേശത്തേക്ക് എത്തുന്നത്. ഇവരാണ് ആ പുലിയെ കുഴിയിൽ കണ്ടെത്തിയത്. അവിടെ പന്നിക്കായി ഒരു കെണി ഒരുക്കിയിരുന്നു. ആ കെണിയിൽ അകപ്പെട്ട നിലയിലായിരുന്നു പുലി. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്നാണ് ഈ വനം വകുപ്പിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. അവരെല്ലാം തന്നെ ആ സംഭവ സ്ഥലത്തെത്തി. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് RRT സംഘം
ഈ പ്രദേശത്തെത്തുകയും പുലിയെ മയക്കുവെടി വെച്ച് കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നത്. പ്രദേശത്തൊക്കെ തന്നെ നിരവധി ആളുകളും ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമം വിഫലമാവുകയാണ് ചെയ്തത്. ഈ മയക്കുവെടി വെക്കുന്നതിനിടയിൽ പുലി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ പുലിയുടെ ഭീഷണിയുണ്ട്. അതിന്റെ ഒരു ഭീതിയിലായിരുന്നു നാട്ടുകാരൊക്കെ തന്നെ. ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പുലിക്കായുള്ള കൂടൊരുക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ പന്നിക്ക് വെച്ചിരിക്കുന്ന കെണിയിൽ പുലി അകപ്പെടുന്നത്. ഈ വിഷയം പുലി രക്ഷപ്പെട്ട് പോയ ഒരു സാഹചര്യത്തിൽ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇതിൽ പ്രതിഷേധ പ്രകടനമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. കാരണം ആ പുലി വീണ്ടും തിരിച്ചെത്തി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പുലിയെ കൂട് വെച്ച് പിടിച്ച് മറ്റ് ഉൾക്കാടിലേക്ക് വിടാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായില്ല. കൃത്യമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ പുലിയെ പിടിക്കാനുള്ളൊരു നീക്കം ഇപ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൂട് വെച്ച് കൃത്യമായി ഇപ്പോൾ പോയിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉള്ള പുലിയെ പിടിച്ച് അവിടെ നിന്ന് ഈ നാട്ടുകാരുടെ ഭീതി ഒഴിപ്പിക്കാനുള്ള ശ്രമം എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും സാധാരണയിലും അധികം താപനില അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ചേരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്കറിയാം ദേവിക, ഇപ്പോൾ ചൂടുകാലം ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പോലും പൊള്ളുന്ന ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ കൂടിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു. നമുക്ക് സൺ ടാൻ ഏൽക്കാതിരിക്കാനും മറ്റ് എനിക്ക് തോന്നുന്നു ചർമ്മരോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ചൂട്. മാത്രമല്ല ഈ നിർജ്ജലീകരണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആരോഗ്യ സംബന്ധമായി അത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും. എന്തായാലും നമുക്ക് ടിൻഡുവിനോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ടിൻഡു, സംസ്ഥാനത്ത് താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വലിയ ചൂടാണ്. അതിനിടയിൽ ഇനി കനത്ത ചൂടിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ള സൂചന തന്നെയാണോ? തീർച്ചയായിട്ടും രോഹിണി, സംസ്ഥാനത്ത് ഈ 2 ഡിഗ്രി വരെ ചൂട് വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സംസ്ഥാനത്ത് ഏതാണ്ട് 3 ഡിഗ്രി വരെ ചൂട് വർദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് എന്തായാലും സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചൂട് ലഭിച്ചിരുന്നത് പുനലൂരും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂരും കണ്ണൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് ലഭിച്ചിരുന്നത്. 33 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം കഴിഞ്ഞ വർഷവും അതോടൊപ്പം തന്നെ ഈ പോയ സമയങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള മഴ ലഭിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൻ്റെ ആർദ്രത കൂടുതലാണ്. രാവിലെയും അതോടൊപ്പം തന്നെ സന്ധ്യാസമയങ്ങളിലും ആർദ്രത കൂടുതലായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ചൂട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇന്നും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിൽ അല്ലെങ്കിൽ ചൂട് നേരിട്ട് ഏൽക്കുന്ന ജോലികൾ ചെയ്യുന്നത് ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾ. അതോടൊപ്പം തന്നെ മറ്റ് ഈ വെയിലുമായി അല്ലെങ്കിൽ ചൂടുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിലുള്ളവരൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക, സൂര്യാഘാതം, അതോടൊപ്പം തന്നെ ഈ സൂര്യരശ്മികൾ കൊണ്ടുള്ള പൊള്ളലൊക്കെ ഏറ്റുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഈ ചൂട് സമയത്ത് കുടിക്കരുത്. അതോടൊപ്പം ഈ ശീതള പാനീയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ, അതോടൊപ്പം തന്നെ ചായ, കാപ്പി തുടങ്ങിയവയ്ക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നവർ അത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പരമാവധി നിർജ്ജലീകരണം ഒഴിവാക്കാനായി വെള്ളം കുടിക്കുക എന്നൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പൊള്ളലുകൾ ഏറ്റാൽ ചികിത്സാ സഹായം തേടണമെന്നും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം അതായത് 2025 പൊതുവെ മഴ കുറവാണെന്നുള്ളൊരു വിവരവും കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മതിയായ രീതിയിലുള്ള കാലവർഷം ലഭിച്ചിട്ടില്ല, മതിയായ രീതിയിലുള്ള തുലാവർഷം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ അതികഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് 3 പ്രാവശ്യത്തോളം സൂര്യതരംഗം ഏറ്റൊരു സംസ്ഥാനവും കൂടിയാണ്
കൂടിയാണ്. പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലും തൃശ്ശൂരും വലിയ രീതിയിലുള്ള സൂര്യതരംഗമൊക്കെ ഏറ്റിട്ടുണ്ട്. അതുപോലെ സമാനമായ രീതിയിൽ തന്നെ ഈ വർഷവും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. ഇന്നും നാളെയൊക്കെ സംസ്ഥാനത്ത് 2 ഡിഗ്രി വരെ ചൂട് വരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിലും കണ്ണൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലായി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ വൈദ്യസഹായം തേടണമെന്നും ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത്. ടിൻഡു, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പക്ഷേ ജനങ്ങളെ കൊണ്ടത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം സ്കൂളുകൾ അടക്കം ഇനി വേനൽക്കാല അവധിയിലേക്ക് പോകാൻ 1.5 മാസത്തോളം ശേഷിക്കുന്നുണ്ട്. ഈ കൊടും ചൂടിനെ അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത ചൂട് വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സംസ്ഥാനത്ത് ജലക്ഷാമം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ചൂടുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, സംസ്ഥാനം നേരിടുന്ന മറ്റ് പ്രതിസന്ധികൾ വേറൊരു ഭാഗത്ത് ഒക്കെ നിൽക്കുമ്പോൾ എല്ലാ വകുപ്പുകളും ഒരു സമഗ്രമായ കൂടിയാലോചനയ്ക്ക് അടിയന്തരമായി തയ്യാറെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ? തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളായിട്ടൊക്കെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത് ഈ ചൂട് കൊണ്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട മുൻകരുതലുകൾ ഈ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളൊരു കുറിപ്പ് ലഭിക്കുകയല്ലാതെ ഇത്തരത്തിൽ മറ്റു വകുപ്പുകൾ ചേർന്നുകൊണ്ടൊരു ഏകോപനം അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾ ചേർന്നുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത്തരത്തിൽ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ടൊരു നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ ഈ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട്, അത് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ, അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഈ ചൂടിൽ നിന്നും സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ഏകോപന പരിപാടികളും സംഘടിപ്പിച്ചില്ല എന്നത് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിലുറപ്പ് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവരുടെ അവസ്ഥയാണ്. അവർക്ക് പോലും ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ ചൂടുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്കുള്ള ഒരു അത്തരത്തിലുള്ളൊരു മുൻകരുതലുകൾ നൽകാനോ ഇവർക്ക് സാധിക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമയങ്ങളിൽ ക്രമീകരണം വരുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിൽ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ സ്കൂൾ അസംബ്ലി പോലുള്ള സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതികളൊക്കെ ആരംഭിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ, തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലുകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ ആരംഭിച്ചിരുന്നു എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ആരംഭിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആരംഭിച്ചിട്ടത് മുന്നോട്ട് പോയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വലിയ രീതിയിലുള്ള ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ കാര്യമായിരിക്കും ഒരു പക്ഷേ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന സംസ്ഥാനം വലിയ രീതിയിലുള്ള വരൾച്ചയെ ഏകോപനവും നടത്തിയിട്ടില്ല മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം സംസ്ഥാനം ഒരു വലിയ രീതിയിലുള്ള വരൾച്ചയെ നേരിടുന്നു എന്നുള്ളത് ഒരു റിപ്പോർട്ട് വന്നതാണ്. 10 വർഷങ്ങൾക്ക് ശേഷമുള്ള എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിന് കേരളത്തിലാണ്. നമുക്കറിയാം നമ്മൾ 0 ഡിഗ്രിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വിലയിരുത്തലും ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതൊരു പ്രതിരോധിക്കാനായിട്ട് സമയക്രമീകരണം അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇവയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വരുന്ന കാലങ്ങളിൽ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു സ്കൂൾ അടവ് കാലഘട്ടമാണ് വരുന്നത്. ഈ 2.5 മാസ കാലം എന്ന് പറയുന്നത് വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ എങ്ങനെ നേരിടും എന്നൊരു കാര്യത്തിൽ സർക്കാരിന് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. കുടിവെള്ള ലഭ്യതയൊക്കെ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. മഴ ലഭിച്ചിട്ട് പോലും ശുദ്ധജലം ലഭിക്കാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഒരുപക്ഷെ ചൂടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് രോഹിണി. ശരി ടിൻഡു, എന്തായാലും സംസ്ഥാനത്ത് ഇന്നും നാളെയും അധിക താപനില തന്നെയായിരിക്കും. സാധാരണയേക്കാൾ കൂടിയ താപനില, അതും 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ടിൻഡു ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനെന്ന പാണക്കാട് സാദിഖലി തങ്ങളുടെ പ്രസ്താവനയിൽ മുസ്ലിം ലീഗിനുള്ളിൽ അതൃപ്തി.
അത്തരം പ്രഖ്യാപനത്തിന് സമയമായിട്ടില്ല എന്ന നിലപാടാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. അനാവശ്യ പ്രസ്താവനകൾ മുന്നണിക്കകത്ത് അനൈക്യത്തിന് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന് ജനറൽ സെക്രട്ടറി PMA സലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ ലീഗിനുള്ളിലെ ഒരു പൊട്ടിത്തെറി ആദ്യം വളരെ നിശബ്ദമായ ചില തർക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചില പരസ്യമായ തർക്കങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണം തന്നെയാണിത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി അർഹനാണ് തുടങ്ങിയ പ്രസ്താവനകൾ സാദിഖ് അലി തങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. എന്നാൽ PMA സലാം പറയുന്നത് അത് കാര്യമായി എടുക്കണ്ട എന്നാണ്. ഇതിൽ വലിയ തർക്കങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസമാണ് ഒരു പരിപാടിക്കിടെ ലീഗ് അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിന് അർഹനാണ് PK കുഞ്ഞാലിക്കുട്ടി എന്നതായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന. ആ വേദിയിൽ തന്നെ സാദിഖ് അലി തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന PMA സലാമും ഈ ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ കൂടിയാകും എന്ന ഒരു പ്രസ്താവന PMA സലാമും കൂടെ നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ ലീഗിനകത്ത് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ലീഗിലെ ഒരു പക്ഷം ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിനായുള്ള ഒരു ചർച്ചയ്ക്ക് ഉള്ള സാഹചര്യമല്ല ഇപ്പോൾ. മാത്രമല്ല, ഏകപക്ഷീയമായി എങ്ങനെയാണ് ഒരു പേരിലേക്ക് എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലീഗിനകത്ത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരി ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ വിമർശനം തന്നെ ഈ വിഷയത്തിൽ ഉയർന്നുണ്ട്. ഈ സാഹചര്യം നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസവും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഉത്തരം കൃത്യമായി തന്നെ ഈ മുഖ്യമന്ത്രി പദത്തിന് അർഹനാണ്, അല്ലെങ്കിൽ ലീഗിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി വരുമെന്നൊരു പ്രസ്താവന ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടിയാണ് ലീഗിനകത്ത് വീണ്ടും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. കൃത്യമായി തന്നെ ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ ഇത് അനവസരത്തിലുള്ള ചർച്ചയാണ്. മാത്രമല്ല, എങ്ങനെയാണ് ഒരു പേരിലേക്ക് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു പേരിലേക്ക് ഒതുങ്ങുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ലീഗിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത്. നമുക്ക് ഈ PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സമയത്ത് UDF ഏതെങ്കിലും തരത്തിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ അന്ന് ഈ ലീഗിന്റെ മുഖ്യമന്ത്രി ആയിട്ട് ഈ PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷെ പിന്നീട് അന്ന് ഈ UDFന് കൃത്യമായി ഭരണം പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ആ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന അത് കേവലം ഒരു പ്രസ്താവനയായി തള്ളിക്കളയാൻ കഴിയില്ല. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് ലീഗിനകത്ത് നിന്ന് തന്നെ ചിലർ പറയുന്നത്. കാരണം ഏതെങ്കിലും തലത്തിൽ ഈ പ്രാവശ്യം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഈ KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും തന്നെക്കാൾ ഏറെ ജൂനിയറായ ഇവരുടെയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി തയ്യാറാവില്ല. കൃത്യമായി തന്നെ ലീഗ് മുഖ്യമന്ത്രി പദത്തിനായി ആവശ്യം ഉന്നയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഇനി നമ്മളൊരു സിനിമാ വിശേഷത്തിലേക്കാണ് പോകുന്നത്. കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന ചിത്രം വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ വ്യത്യസ്ത പ്രമേയം ജനം ഏറ്റെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും. ദിലീഷ് പോത്തനെ നായകനാക്കി തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പ്രമേയവും ചർച്ചയാവുകയാണ്. സിനിമയുടെ വിശേഷങ്ങളുമായി ജനം TVക്കൊപ്പം ചേരുകയാണ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രുതി ജയനും അമ്പിളി ഔസേപ്പും ബാലതാരം നിഹാരയും. കാണാം. നമസ്കാരം. ഇന്ന് നമ്മൾ തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞോടുന്ന വളരെ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യത്യസ്തമായ സിനിമ എന്ന ചിത്രത്തിൻ്റെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി മാറിയ ആളുകൾ അവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രുതി ജയൻ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഒപ്പം തന്നെ അമ്പിളി ഔസേപ്പ് മുമ്പ് നിരവധി സിനിമകളിൽ അഭിനയിച്ചതാണ്. ഒരു കുഞ്ഞു മോള് ഈ ചിത്രത്തെ ആദ്യാവസാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിഹാര കുഞ്ഞി എന്നാണ് കുഞ്ഞിൻ്റെ ആ സിനിമയിലുള്ള പേര്. കുഞ്ഞിൻ്റെ അമ്മ അഞ്ജു. ഇവരെല്ലാമാണ് നമ്മളോടൊപ്പം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒപ്പമുള്ളത്. എല്ലാവർക്കും ജനം TVയുടെ സ്വാഗതം. ഈ മുഖ്യ കഥാപാത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ച ആളാണ് ശ്രുതി ജയൻ. ശ്രുതി ജയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ മാത്രമല്ല, മുമ്പ് അങ്കമാലി ഡയറീസിലൂടെ ആണെങ്കിലും എന്നും മനസ്സിൽ തങ്ങുന്നതാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലെ ഒരു കഥാപാത്രവും അതിലെ ഒരു അനുഭവങ്ങളും എങ്ങനെയായിരുന്നു? ഈ സിനിമയിൽ തന്നെ കഥാപാത്രത്തിന്റെ പേര് ജിൻസി എന്നാണ്.
ജിൻസി സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഈ മോളുടെ ചെറിയ പ്രായമുണ്ട്, ഒരു 8 മാസം 1 വയസ്സുള്ള പ്രായത്തിലാണ് ജിൻസിയും ആ കുഞ്ഞുള്ള കോമ്പിനേഷനാണ്. നല്ല അനുഭവമായിരുന്നു. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആസ് എൻ ആക്ട്രസ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് അങ്ങനെ എഴുതപ്പെടുന്ന സിനിമകളും ഇപ്പൊ കുറവാണ്. അത്രയും സ്ത്രീ പ്രാധാന്യമായിട്ട് കഥാപാത്രങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു വളരെ നമുക്ക് പെർഫോം ചെയ്യാനും നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ള ഓരോ കഥാപാത്രങ്ങൾ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കഥാപാത്രത്തിൽ അടുത്ത കഥാപാത്രത്തിലേക്ക് ആളുകൾ അല്ലെ മുമ്പ്. അതെ അതെ അതെ. ഇന്ന് ജൂണിലായിരുന്നു കുറച്ചുകൂടെ ആൾക്കാർക്ക് ജൂൺ സിനിമ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഐ തിങ്ക് ജിൻസി ആയിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിപ്പെടാൻ പോകുന്നത്. നിഹാര മോളെ, നമുക്ക് പ്രേക്ഷകരുമായിട്ട് സിനിമയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നതല്ലേ? മോൾ എന്താണ് അഭിനയിച്ചത്, മോൾ എങ്ങനെയാണ് അതിലൂടെ പോയത് എന്നൊക്കെ അറിയാനാണ് ആളുകൾക്ക്. അവർ പലരും മോളുടെ ആരാധകരായി മാറി കഴിഞ്ഞിട്ടുമുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു മോളെ കൂടെ അഭിനയിക്കാൻ? മോള് മാവയായിട്ട് അതിൽ എങ്ങനെയാ അതിന്റെ അകത്ത് മോളെ? ആണോ, പടം വരയ്ക്കുന്നതാണോ? പിന്നെ പൂ പറിച്ചു. പിന്നെന്താ? സ്കൂളിൽ പോയി. സ്കൂളിൽ പോകുന്നെല്ലാം ഉണ്ട് അല്ലേ? വെള്ളത്തിൽ കളിച്ചു. പടം വരയ്ക്കുവോ? ശരിക്കും പടം വരയ്ക്കുവോ? നന്നായിട്ട് പാട്ടും പാടുവോ? നന്നായിട്ട് ആണോ? ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ട് പാടുവോ? ആരോരും കേറിടാത്തൊരു ചില്ലയിൽ ശ്വാസങ്ങൾ കൊണ്ടുമേഞ്ഞൊരു കൂടിതാ ഇരുളിൽ വന്ന പുലരി നീ കൺമണി മൊഴികളാണോ നിന്നിൽ പൂക്കും പുഞ്ചിരി അറിയ വെൺമലരായി നീ വിടന്നിടലേ ഇലയിലോർന്നിതിലും വാടാതെ ആരോരും കാണാതെ ഒരു കൺമണി. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. അമ്പിളിയിലേക്ക് വരാം. ഒരുപാട് സിനിമകളിലെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്നൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിലെ കഥാപാത്രം അത് അവതരിപ്പിച്ചപ്പോൾ ഉള്ളൊരു? പ്രൊഡക്ഷനിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പം എന്തായാലും കഥാപാത്രം എന്താണെന്നുള്ളത് ഒരു തൊഴിലുറപ്പ് പണിക്കാരിയാണെന്ന് അറിയാം. പിന്നെ ഇവിടെ വന്നപ്പോൾ അതുപോലെ കുറച്ച് പേരെയും കൂടെ കണ്ടു, ഒരു 3-4 പേരും കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, ഇതിലെ മെയിൻ കഥാപാത്രത്തിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലത് ചെയ്യണമെന്നാണല്ലോ നമുക്ക് പിന്നെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ വേണ്ട, വേറെ ആരെങ്കിലും ചെയ്തോട്ടെ, വിട്ടിട്ട് പോവാന്ന് തന്നെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് അതിന്റെ റൈറ്ററായിട്ട് സംസാരിച്ച് ഇതില് പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്, ക്ലൈമാക്സിലൊക്കെ നല്ല പെർഫോം ചെയ്യാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ഒരു ആർട്ടിസ്റ്റ് എന്താണോ വിചാരിക്കുന്നത്, നമുക്കൊരു 3-4 ഫ്രെയിം മതി, അതിലുള്ള പെർഫോമൻസ് അത് മതി. അതെന്നെ സംബന്ധിച്ച് മനസ്സ് നിറഞ്ഞു തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പടത്തിന്റെ പേര് പോലെ തന്നെ മാതൃത്വത്തോടുള്ള അല്ലേ, മാതൃവാത്സല്യത്തിന്റെ എല്ലാം തന്നെയല്ലേ ഒരു സിനിമ? 4 സ്ത്രീകളുടെ കഥ, എങ്ങനെയാ ഓരോ സ്ത്രീക്ക് എങ്ങനെയാണ് മാതൃത്വം എന്ന് ഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ആക്ച്വലി അമ്മ എന്നുള്ളത്. സംസാരിക്കപ്പെടേണ്ട പല വിഷയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഇടയിൽ മിസ്സായി പോകുന്ന മനുഷ്യത്വം, കരുണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കലി അങ്ങനത്തെ കാലത്തില്ല. അങ്ങനത്തെ ഒരു മെസ്സേജും നമുക്ക് പല തരത്തിലാണ് ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് സിനിമ കണ്ടിറങ്ങുന്നു, സിനിമ അവിടെ അവസാനിക്കുന്നു, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നില്ല. നമ്മളിപ്പോ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ആ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അവരെങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് അതെ അതെ നമ്മുടെ കൂടെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള. എസ്പെഷ്യലി ജിൻസിയുടെ ക്യാരക്ടർ ഇപ്പം ഞാനിതിൽ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നെഞ്ച് വേദനിക്കുക എന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് സങ്കടം വന്നിട്ട്
നമ്മൾ ലാസ്റ്റ് അങ്ങനെ കണ്ടൊരു പടം കരഞ്ഞു ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ആളുകൾ ചിലർ ഇറങ്ങി വരുമ്പോൾ പോലും അവരുടെ എല്ലാവരും അതെ എസ്പെഷ്യലി സ്ത്രീകൾക്ക് എല്ലാം സ്ത്രീകളിലും ഒരു മദർഹുഡ് ഉള്ള ആൾക്കാരാണ്. എല്ലാവർക്കും കണക്ട്, എസ്പെഷ്യലി സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കും അതെ. എല്ലാവർക്കും അമ്മ എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള വികാരമാണ്. അപ്പോൾ പല തരത്തിലുള്ള അമ്മമാരുടെ ആഗ്രഹങ്ങളും അവരുടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഒക്കെ എല്ലാവർക്കും കണക്ട് ആവുന്നത് തന്നെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പായിരുന്നു അല്ലെ ആ അമ്മക്ക് പ്രാധാന്യമുള്ള സിനിമകള്. നമ്മൾ എനിക്ക് തോന്നുന്നു കബീർ അല്ലേ, ആ ഒരു അമ്മ മകൻ ബന്ധങ്ങള് ലാലേട്ടും എല്ലാം ഉണ്ടായിരുന്ന ഒരു അതുപോലുള്ള ഒരു സിനിമ. ദിലീഷേട്ടന്റെ ക്യാരക്ടർ ആണല്ലോ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ദിലീഷേട്ടനെ കാസ്റ്റ് ചെയ്തു, അല്ലെ ജാഫ്രിക്ക എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് ആ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഈ ആൾക്കാരൊക്കെ. അപ്പൊ അവരിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കണക്ട് ആവും ഈ ഒരു സിനിമ കാണുമ്പോൾ. മോളുടെ കൂടാതെ തന്നെ കുഞ്ഞു പ്രായം ചെയ്തൊരു കുഞ്ഞു നിഹാരയുണ്ട്. ആ കുഞ്ഞാണെങ്കിലും വളരെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടി. രണ്ടുപേരുടെയും പേര് നിഹാര എന്നാണ്. അപ്പൊ ആ മോളാണ് ജിൻസി. എന്റെ കൂടെ ഉള്ള മോള്, ആ മോളുടെ വലിപ്പത്തിലുള്ള കുട്ടിയാണ് ഈ മോള്. അപ്പൊ കുട്ടീനൊക്കെ കാരണം 8 മാസമേ ഉള്ളൂ ആ സമയം. 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 1 വയസ്സാവുന്നേ ഉള്ളൂ. അതെ 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആയിട്ടില്ല. ആ കുട്ടീനൊക്കെ വെച്ച് ശരിക്കും നമ്മള് അങ്ങനല്ല, അവൾക്ക് വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യുമായിരുന്നു. അവളുടെ മൂഡിനനുസരിച്ചിട്ടായിരുന്നു നമ്മള് ഷൂട്ട് ചെയ്തത്. അവൾക്ക് വിഷമം നമ്മൾ ഷൂട്ട് നിർത്തും, അവൾ ഉറങ്ങിയ നമ്മൾ ഷൂട്ട്. പിന്നെ അത് തോമസ് സാറിനും നമുക്ക് അത്ര സപ്പോർട്ടിങ്. ആ സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് അതിന്റെ ഈ അണിയറ പ്രവർത്തകര കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എങ്ങനെയായിരുന്നു അതിന്റെ സംവിധാനം, തിരക്കഥയൊക്കെ? തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ജമുന പിയാരിക്ക് ഗൂഢാലോചന ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ബ്ലെസ്സി സാറിന്റെയും സിബി മലയിൽ സാറിന്റെ ഒക്കെ അസോസിയേറ്റ് അദ്ദേഹമായിരുന്നു. അപ്പൊ നമുക്കും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ കവിപ്രസാദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് തിരക്കഥ ചെയ്തിട്ടുള്ളത്. അതെ തീർച്ചയായിട്ടും. അതെ ഇത്രയും നമ്മളെല്ലാവരും പറയുന്നത് ഇത്രയും നാളുകളായിട്ട് നമ്മുടെ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കാറില്ല, അങ്ങനെ സിനിമകൾ കാണാറില്ല. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷനും. സോ പിന്നെ ഇതില് വരികളൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. 3 പാട്ടുകളുണ്ട്. ഇമോഷൻസ് പറയുന്ന 2 സോങ്സ് ഉണ്ട്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗോപി സുന്ദറാണ്. ചേട്ടനാണെങ്കിലും എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകളൊക്കെ തരുന്നത്. അപ്പൊ ഇതിനകത്ത് ആരൂരും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് സെബ എന്ന് പറഞ്ഞൊരു സിംഗറാണ് പാടിയിരിക്കുന്നത്. കുറെ പുതിയ പാട്ടുകാരെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ ഒരു പ്രോജക്റ്റിലൂടെ. പാട്ടുകൾ കേട്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. കുഞ്ഞി മോളെ അതിനകത്ത് ഡയലോഗുകൾ എന്തെങ്കിലും? ലാല് മിണ്ടാത്ത കുട്ടിയാ, അത് കാരണം ഡയലോഗ്സ് ഇല്ല. ഇടുക്കി പശ്ചാത്തലമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അല്ലേ? പക്ഷെ അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി അവിടെ കൃത്യമായി തിരക്കഥാകൃത്തും സംവിധാനം, ഈ ഒരു തിരക്കഥാകൃത്തിലൂടെയാണ് ഈ ലൊക്കേഷൻ എല്ലാവരും അറിയുന്നത്. അപ്പം അദ്ദേഹം ആ നാടിനെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞ ഈ സിനിമ കണ്ടാ അറിയാം. എല്ലാവർക്കും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ആ സിനിമയിലല്ലേ, ഒരു വ്യത്യസ്തമായ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളായി മാറാൻ കഴിഞ്ഞു എല്ലാവർക്കും. ആ സിനിമയുടെ ഒരു വിജയത്തിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഒരു വിജയമായിട്ട് തോന്നുന്നത് അല്ലേ? ഇതിനകത്ത് ഇവര് കുറച്ചധികം ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കവന്ത എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിനകത്ത് ഇവര് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വളരെ പ്രാധാന്യമുണ്ട്, ആ പാട്ടിലെല്ലാം പറയുന്നത്. അപ്പം ആ കവന്ത മറ്റുള്ളവർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മോളെ ഇവർ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു AI ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാസ്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണ്. പിന്നെ കാപ്പി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന കുറേ അധികം ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള. അതെ, അപ്പം നമ്മളൊരു സിനിമ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ അത്രയും ആഗ്രഹത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പോസിബിൾ ആവും എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിച്ചൊരു വർക്ക് കൂടിയാണിത്. അത്രയും പേര് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എന്തായാലും ഒരു നല്ല സിനിമയുടെ അതിലേറെ നല്ല വിശേഷങ്ങളുമായി ജനൻ ടിവിക്കൊപ്പം വന്ന ഈ സിനിമയുടെ ഏറ്റവും നെടുന്തൂണുകൾ എന്ന് തന്നെ പറയാവുന്ന സിനിമയെ മുന്നോട്ട് നയിക്കുന്ന എല്ലാവർക്കും, ശ്രുതിക്കും, അമ്പിളിക്കും, നിഹാരമോൾക്കും, ഒപ്പം തന്നെ നിഹാരമോളുടെ അമ്മയ്ക്കും എല്ലാം തന്നെ ഒരിക്കൽ കൂടി ജനൻ ടിവിയുടെ നന്ദി. ഇതുപോലുള്ള സിനിമകളാണ് മലയാളത്തിലേക്ക് വരേണ്ടത് എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ വലിയ ആഗ്രഹം. അത് സംഭവിക്കുന്നുണ്ട് ഇടയ്ക്കെങ്കിലും. അത് ഉണ്ടാവണമെന്ന് തന്നെ ഒരു പ്രതീക്ഷ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമസ്തേ. എന്തായാലും ആ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കൂടി നമുക്കൊന്ന് നോക്കി വരണം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ.
രാജ്യ തലസ്ഥാനം കാവി പുതയ്ക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം. BJPക്ക് 4-ൽ 3 ഭൂരിപക്ഷം പ്രവചിച്ച് പീപ്പിൾസ് പൾസ്. കേവല ഭൂരിപക്ഷം കടക്കുമെന്ന ഭൂരിഭാഗം ഏജൻസികളും കനത്ത തിരിച്ചടി നേരിട്ട് ആപ്പ്. ചിത്രത്തിലില്ലാതെ കോൺഗ്രസ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ക്രമക്കേടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ഇടപെടൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാൻ ദേവസ്വത്തിന് നിർദ്ദേശം. ഭാസ്കരക്കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ വെളിപ്പെടുത്തലുമായി സഹതടവുകാരി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഷെറിന് ജയിൽ മോചനം അനുവദിച്ച മന്ത്രിസഭായോഗ തീരുമാനം വിവാദമായതിനു പിന്നാലെ വെളിപ്പെടുത്തൽ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും സാധാരണയിലും അധികം താപനില അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യത. കൊല്ലത്ത് ഇടതുമുന്നണിയിലെ പൊട്ടിത്തെറിയിൽ പരിഹാരം കാണാനാകാതെ നേതൃത്വം. ധാരണ പ്രകാരമുള്ള കോർപ്പറേഷൻ മേയർ സ്ഥാനം നൽകാത്തതിനാൽ ഇനി CPM-നൊപ്പം മുന്നോട്ടില്ലെന്ന് CPI. പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പരാതികൾ പരിശോധിച്ച് ക്രൈംബ്രാഞ്ച്. ആലപ്പുഴയിൽ തട്ടിപ്പിന് ഇരയായവരിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും. പരാതികൾക്ക് തടയിടാൻ ശ്രമവുമായി തട്ടിപ്പുകാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 മുതൽ നാഗ്പൂരിൽ. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പര. ഭാസ്കരക്കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ വെളിപ്പെടുത്തലുമായി സഹതടവുകാരി. ഷെറിന് ജയിൽ മോചനം അനുവദിച്ച മന്ത്രിസഭായോഗ തീരുമാനം വിവാദമായതിനു പിന്നാലെയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ജയിലിനുള്ളിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ജനം TVയോട് വെളിപ്പെടുത്തിയത് പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ. ഷെറിന് മാത്രമാണ് അവിടെ പരിഗണനകൾ കിട്ടിയിരുന്നത്. ഷെറിന് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഷെറിൻ പറയുന്ന ഭക്ഷണം ഷെറിൻ പറയുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ മറ്റുള്ള തടവുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൺവിക്റ്റ് പ്രസനായാലും റിമാൻഡ് തടവുകാരനായാലും 2 ജോഡി ഡ്രസ്സ്, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ്, ഒരു മൊന്ത, ഒരു ഗ്ലാസ്, ഒരു ജംകാളം, ഒരു കിടക്കാൻ ഒരു പായ മാത്രമാണ് ഒരു തടവുകാരൻ കിട്ടുക. അതേസമയം ഷെറിൻ്റെ റൂമിൽ ഷെറിന് കിടക്കാനായിട്ടൊരു ഷെറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ്, ജമുക്കാളൊക്കെ മടക്കി ഒരു സൈഡിൽ വയ്ക്കും. പിന്നെ തലയണ, പിന്നെ ഒരു വലിയ ഒരു ഇത്ര പോന്ന ഒരു എന്താ പറയുക, നമ്മുടെ കാൽമുട്ടിനേക്കാൾ ഹൈറ്റുള്ള ഒരു വലിയ ബക്കറ്റ് നിറയെ അവരുടെ വസ്ത്രങ്ങൾ, ഒരു 6 ജോഡിയോളം വെള്ള ഡ്രസ്സ് മാത്രം, അങ്ങനെ ഒരുപാട്. പിന്നെ ഒരു 10,000 രൂപയുടെയെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ ഷെറിൻ്റെ റൂമിൽ പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നു. അതിൽ ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. ഷെറിന് മേക്കപ്പ് സാധനങ്ങൾ, മുഖം നോക്കാൻ മിറർ, അതൊക്കെ ഷെറിന് പ്രത്യേകമായിട്ട് അനുവദിച്ച സാധനങ്ങളായി. ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഒക്കെ ഉണ്ടായിരുന്നു ഷെറിൻ്റെ റൂമിൽ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടായിരുന്നു. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഐലൈനർ. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വെറുതെ പറയുന്നതല്ല. കാരണം വെച്ചാൽ ആ സമയത്ത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി സുനിൽ തോമസ് സാറ് ജയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ എനിക്ക് അനുഭവപ്പെട്ടതും ഞാൻ കണ്ടതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് പരാതിയായിട്ട് എഴുതിയിട്ട് സുനിൽ തോമസ് സാറിനെ അറിയിച്ചു. അപ്പോൾ അന്ന് സുനിൽ തോമസ് സാർ അന്ന് ആ സമയത്ത് നേരിട്ട് കൊടുത്തു പരാതി. അപ്പോൾ സുനിൽ തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് എല്ലാ റൂമുകളും സെർച്ച് ചെയ്ത് ഷെറിൻ്റെ റൂമിൽ നിന്ന് ഈ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി. മറ്റു തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷെറിന് കൊടുത്ത എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാർ ആവശ്യപ്പെട്ടിട്ട് എല്ലാം എടുത്തു മാറ്റിയെന്ന്. ഈ ബെഡ്ഷീറ്റും ഒരു ബക്കറ്റ് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയെന്ന്. എന്നിട്ട് അന്നതുപോലെ സൂപ്രണ്ടിനോട് ചോദിച്ചിരുന്നില്ലേ? സാറ് ചോദിച്ചിട്ടുണ്ടാവും, ഇത് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടാവും അവിടെ. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അന്ന് ഞങ്ങൾ എല്ലാ തടവുകാരും നോക്കി നിൽക്കുകയാണ് റെയ്ഡ് നടന്നതും ഷെറിൻ്റെ റൂമിൽ നിന്ന് മറ്റു തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെട്ട എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയതെന്ന്.
അതിൽ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ലേ? മറ്റ് തടവുകാർക്ക് പ്രതിഷേധമൊന്നുമില്ല. കാരണം അവിടെ ഒരു 2-3 ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. അവിടെ സൂപ്രണ്ട് ഒരു മുസ്ലിമാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അവർക്ക് ഐപാഡ് മേടിച്ചു കൊടുക്കലും ഫോൺ മേടിച്ചു കൊടുക്കലും ഷെറിൻ്റെ ഒക്കെ ശരിക്കും അവരുടെ ഒരു പേരക്കുഞ്ഞിനെ ചെറിയ കുട്ടിയെ ലാളിക്കുന്ന പോലെയും സൂപ്രണ്ടൊക്കെ ഷെറിനോട് പെരുമാറിയിരുന്നു. അവിടെ എല്ലാവരും, ഒരു സരസ്വതി എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു, ഒരു വിജയകുമാരി എന്ന് പറഞ്ഞൊരു സെലിൻ എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു. അവരൊക്കെ ഓമനയായിട്ടാണ് ഷെറിനെ അവർ കൊണ്ടുവന്ന് നോക്കിയിരുന്നത്. പേരെടുത്ത് പറയാൻ കാരണം അവർ ഈ ഫോൺ ഉപയോഗിച്ചതിന് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഷെറിന് അവിടെ. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി ഫോണിൽ നമ്പർ അടക്കം ഞാൻ അന്ന് പരാതി കൊടുത്തു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നോട് ഇതുപോലെ പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥന്മാർ പേരടക്കം ഞാനന്ന് പരാതി കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം ഉദ്യോഗസ്ഥന്മാർക്കാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത്. ഷെറിന് ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല. അവിടെ ഒരു 2-3 ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. പിന്നീട് ഷെറിൻ്റെ എടുക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് DGP ആയിരുന്നപ്പോൾ ഷെറിൻ്റെ ഇഷ്ടാനുസരണം പരോൾ കൊടുക്കാതിരുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് വിളിച്ച് ചോദ്യം വന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഷെറിൻ പരോൾ അനുവദിക്കാഞ്ഞതിൻ്റെ പേരിൽ. ഷെറിൻ പറയും സെലീം കുമാരി മേഡത്തിനോട് കുഞ്ചി പറയും എനിക്ക് ബിരിയാണി വേണമെന്നാണ്. അപ്പോൾ ബിരിയാണി പാഴ്സലെത്തും. ജയിലിൻ്റെ പുറത്തുള്ളവരെക്കാളും കൂടുതൽ ക്രിമിനൽസ് പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിലുള്ളവരാണ്. നമ്മളൊക്കെ സിനിമയിൽ കണ്ട കാര്യങ്ങളാണ് ജയിലിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ലേ? പണവും മേലുദ്യോഗസ്ഥൻ വരുന്നു അല്ലേ, ഇവരെ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. ഇതിലിപ്പോൾ ആരെങ്കിലും പരാതിപ്പെടെ ആരെങ്കിലും എതിർത്ത് പറയാ ചെയ്താൽ അവരെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ അതും വേറൊരു വഴി. അതുകൂടെ അവരവരുടെ ഇഷ്ടത്തിന് ഒരുപാട് കാമുകന്മാരുണ്ടാക്കി അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പോരുന്ന സ്ഥിതിക്ക് പിന്നെ ആ സ്വത്തിനോട് ആക്രാന്തം കൂത്തിട്ടില്ല അയാളെ കൊന്നത്. അവർക്ക് മാനസാന്തരം വന്നൊക്കെയാണല്ലോ പറയുന്നത്. മാനസാന്തരം വരുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ള പ്രതികളെ ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റാം. അവരൊതുങ്ങി കൂടിയിട്ടൊന്നല്ലല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. അവരവിടെ ഫ്രീ ബേഡായിട്ടാണ് അവർ ജീവിക്കുന്നത്. ജയിലിലായാലും പുറത്തായാലും ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തടവുകാരി സമ്മതം അവിടെ പ്രസക്തമല്ല എൻ്റെ അറിവിൽ. കാരണം തടവുകാരിയുടെ ശരിക്കും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത്. അവരുടെ പിന്നെ അവരുടെ സമ്മതത്തിന് അവിടെ പ്രസക്തി ഇല്ല. അപ്പോൾ ശരിക്കും അയാളും കുറ്റക്കാരനാണ്. അപ്പോൾ പിന്നെ അയാൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നുകൊണ്ടാണ്. വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഇല്ല, പാടില്ലല്ലോ അല്ലേ? ഇല്ല, പാടില്ല. പിന്നെ എന്തിനായിരുന്നു ഈ ഇദ്ദേഹം ഷെറിനെ കാണാനാണ് DIG ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെറിൻ പറഞ്ഞു. വിവരങ്ങളുമായി മറുപടി പ്രോഗ്രാം അവതാരകനും ജനം TV പ്രോഗ്രാം ഹെഡുമായ അനിൽ നമ്പ്യാർ ചേരുന്നു. അനിൽ നമ്പ്യാർ, ഞെട്ടിക്കുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഷെറിൻ്റെ സഹതടവുകാരി പങ്കുവയ്ക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മറുപടി എന്ന പ്രോഗ്രാമിലൂടെ അവർ പങ്കുവച്ചത്? രോഹിണി, ദേവിക, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ അരമണിക്കൂർ അഭിമുഖത്തിൽ സുനിത, MS സുനിത, അവർ തൃശ്ശൂരുകാരിയാണ്. അവര് വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിക്കാനാണ് അട്ടക്കുളങ്ങര ജയിലിൽ എത്തിയത്. ഇത് 2013-2015 കാലഘട്ടത്തിലായിരുന്നു അവർ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവർ നേരിട്ട് സാക്ഷിയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇപ്പോ മറുപടിയിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഭാസ്കര കാരണവർ കൊലക്കേസിൽ 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിലിൽ, അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സുനിത പറഞ്ഞത്. അതായത് 1-2 ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവരുടെ മാസപ്പടി കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അന്നത്തെ സൂപ്രണ്ടിന് ഐപാഡ് കൊടുത്തിരുന്നു. ഷെറിൻ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് ആ സമയം അവരുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് ഈ തടവുകാർക്ക് ജയിലിനകത്തുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ജയിൽ ചട്ടങ്ങളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വളരെ അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അതിലൊരു മാറ്റം വരുത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ ഈ VIP ആയിട്ടുള്ള തടവുകാർ വരുമ്പോൾ അവരാവശ്യപ്പെടുന്നതനുസരിച്ച് മാത്രമേ പുറത്തു നിന്ന് ഭക്ഷണം എത്തിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ ഷെറിന് 3 നേരവും പുറത്തു നിന്നായിരുന്നു ഭക്ഷണം എത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ അവർ ഏത് ഭക്ഷണം ആവശ്യപ്പെടുന്നുവോ ആ ഭക്ഷണം ജയിൽ സൂപ്രണ്ട് അവിടെ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ നേരിട്ട് കണ്ട കാര്യം ആണ്. മാത്രമല്ല ഈ ഷെറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു അസിസ്റ്റന്റിനെ പോലെ ഒരു തടവുകാരിയെ നിയോഗിച്ചിരുന്നു. ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നത് ആ തടവുകാരിയായിരുന്നു. മാത്രമല്ല ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിച്ച, അതായത് ഈ സാധാരണ ഈ തടവുകാർക്ക് പായോടൊപ്പം ഒരു ജംകാൾ കൊടുക്കും, വളരെ കനം കുറഞ്ഞ ഒരു മെത്ത.
പക്ഷേ ഈ ഷെറിന് 5 മാറും അതുപോലെയുള്ള ജംകാളാണ് കൊടുത്തിരുന്നത്. അതായത് ഒരു വലിയൊരു ബെറ്റ് കണക്കെ അതിലാണ് അവർ കിടന്നിരുന്നത്. മാത്രമല്ല അവർക്ക് തലയണ ഉണ്ടായിരുന്നു. അവരുടെ സാധാരണ ജയിൽ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. പക്ഷെ ഷെറിൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ് ഉള്ളത് എന്നാണ് ഈ സുനിത പറയുന്നത്. മാത്രമല്ല ഒരു വലിയൊരു ബക്കറ്റ് നിറച്ച് ഇവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതായത് ലിപ്സ്റ്റിക്, ഐലൈനർ ഉൾപ്പെടെയുള്ള എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഒരു കാരണവശാലും ജയിലിൽ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ലിപ്സ്റ്റിക്കും അതുപോലെ ഐലൈനർ ഉപയോഗിച്ചൊക്കെ ആയിരുന്നു ഇവർ ജയിലിൽ നടന്നിരുന്നത്. മാത്രമല്ല ഇവരെ ഒരു പേരക്കുട്ടി കണക്കെ, അതായത് ഈ സൂപ്രണ്ടിന്റെയൊക്കെ ഒരു പേരക്കുട്ടി കണക്കെ ആ രീതിയിലാണ് വാത്സല്യം നൽകിയിരുന്നത്, കൊഞ്ചിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇവ പറയുന്നത്, അതായത് ഷെറിന് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾ നല്ല പിടിപാട് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവർ കൃത്യമായിട്ട് മാസപ്പടി നൽകിയിരുന്നു, പണം നൽകിയിരുന്നു എന്നുള്ളതാണ്. ജയിലിനകത്ത് കിടക്കുന്ന ഷെറിന് എങ്ങനെയാണ് ഇത്രയും പണം ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പണം എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്, അതായത് സാധാരണ ഈ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാവാറില്ല, പുരുഷ ജീവനക്കാർ ഇല്ല. ഇവിടെ ഷെറിനെ കാണാൻ ഇടയ്ക്കിടെ ജയിൽ DIG എത്തിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ തടവുകാരെ ലോക്കപ്പ് ചെയ്യുന്നത് 5:30 മണിക്കാണ്. അവരെ ഈ സെല്ലിലേക്ക് ലോക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ 7 മണിയാകുമ്പം ഷെറിനെ അൺലോക്ക് ചെയ്യുന്നു. ആ സെല്ലിൽ നിന്ന് ഷെറിൻ പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് 1.5-2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സെല്ലിലേക്ക് പ്രവേശിപ്പിക്കുന്നു. തൊട്ടപ്പുറത്തെ സെല്ലിലായിരുന്നു ഈ സുനിത കഴിഞ്ഞിരുന്നത്. അപ്പോ അതൊക്കെ അവർ നേരിട്ട് കണ്ടതാണ്. മാത്രമല്ല ഇതിന് സാധാരണ ഈ തടവുകാർക്ക് പരാതി എഴുതിയിടാൻ ഒരു ബോക്സ് അവിടെ വെക്കാറുണ്ട്. ആ ബോക്സ് പരാതി എഴുതിയിട്ടിരുന്നു. പക്ഷെ അതിലൊന്നും നടപടി ഉണ്ടല്ലോ. ഒരു തവണ ഇവർ ഈ ജയിലിനകത്തിരുന്ന ഒരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ വഴി, ഒരു ജയിൽ ജീവനക്കാരി വഴി അന്നൊരു ചാനലിലെ മാധ്യമപ്രവർത്തകന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത വന്നപ്പോൾ ജയിൽ DIG നേരിട്ട് വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി. അതായത് എന്തിനാണ് നിങ്ങൾ ഈ സ്റ്റാഫ് വഴി എന്തിനാണ് പുറത്ത് മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ പരാതി എത്തിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതായിരുന്നു ആ ഉദ്യോഗസ്ഥ എന്നറിയാനായിരുന്നു ജയിൽ DIGക്ക് താല്പര്യം. ഇവർ പറയുന്നത്, അതായത് ജയിലിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഷെറിന് ലഭിച്ചതിൽ ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, ജയിൽ DIGക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏത് സ്റ്റാഫ് വഴിയാണ് പുറത്ത് പരാതി പോയത് എന്നറിയാനായിരുന്നു താല്പര്യം. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു അന്നത്തെ ജയിൽ DIGയുടെ സമ്പൂർണ്ണ പരിരക്ഷ ഈ ഷെറിന് ലഭിച്ചിരുന്നു. മാത്രമല്ല ഷെറിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള അടുപ്പം. മാത്രമല്ല വളരെ വഴിവിട്ട ബന്ധമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അത് ഷെറിൻ തന്നെ സുനിതയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മറ്റ് തടവുകാരൊക്കെ നിസ്സഹായരായിരുന്നു. ഈ സുനിത മാത്രമായിരുന്നു ഇതിനോട് പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജയിൽ DIG ഭീഷണിപ്പെടുത്തിയിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും പുറത്തിറങ്ങില്ല, അതിനുള്ള അവസ്ഥ ഞാൻ ഒരുക്കും എന്ന ഭീഷണി മുഴക്കിയിരുന്നു. പക്ഷേ ഈ 2 വർഷത്തെ തടവിന് ശേഷം സുനിതക്ക് ജാമ്യം ലഭിച്ചു. സുനിത ഇപ്പൊ ജാമ്യത്തിൽ പുറത്ത് കഴിയുകയാണ്. ഇങ്ങനെ ഒരു വിവാദമുണ്ടായ സാഹചര്യത്തിലാണ്, അതായത് ഭാസ്കര കാരണവ കൊലക്കേസിൽ 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിൽ മോചിതയാക്കാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് അവർ എന്നെ ബന്ധപ്പെട്ടതും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെയാണ് അവർ എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചതും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എന്നോട് പറഞ്ഞതും. അപ്പോ ഇതില് മറ്റൊരു കാര്യം കൂടി, അതായത് ഈ ജയിലിൽ ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അതിനെക്കുറിച്ച് ഈ കംപ്ലൈന്റ് ബോക്സ് പരാതി ഇട്ടിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ അവിടെ ആകസ്മികമായി അന്നത്തെ ജില്ലാ സെഷൻസ് ജഡ്ജ് ഈ ജയിൽ സന്ദർശിച്ച സമയത്ത് ആ ജഡ്ജിയോട് നേരിട്ട് പറഞ്ഞു സുനിത ഇങ്ങനെയൊക്കെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും മാത്രമല്ല ഇവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ലഭിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ജില്ലാ ജഡ്ജിനോട് നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ തന്നെ ജില്ലാ ജഡ്ജി റെയ്ഡ് നടത്തി ഈ കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്തു. അതായത് ഇവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പുറത്തുനിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, മാത്രമല്ല ഈ ഫോണ്, അതെല്ലാം ആ റെയ്ഡിൽ അത് പിടിച്ചെടുത്തിരുന്നു. അപ്പം ജയിൽ സൂപ്രണ്ടും മറ്റ് ജീവനക്കാരും 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടും അതിൽ നടപടി ഉണ്ടായില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം സുനിത റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി
വിവരാവകാശ രേഖ പ്രകാരം എല്ലാ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞു. ഇവർക്ക് എത്ര ദിവസം പരോൾ കൊടുത്തിട്ടുണ്ട്. കണക്ക് പ്രകാരം ഏകദേശം 1 വർഷത്തോളം ഈ ഷെറിൻ പുറത്ത് കഴിഞ്ഞിരുന്നു. മാത്രമല്ല എപ്പോഴും ഇവർക്ക് പരോളാണ്. കാരണം ഇവരുടെ ഈ ശിക്ഷയിൽ കവർച്ച കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവർച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ പരോൾ അനുവദിക്കാൻ പാടുള്ളൂ. പക്ഷേ ഷെറിൻ ജയിലിന് അകത്ത് എത്തിയതിനു ശേഷം 1 വർഷത്തിനിടയിൽ തന്നെ പരോള് ലഭിച്ചു എന്നുള്ളതാണ്. തുടക്കം മുതൽ ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു. അത് ജയിലിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ഏർപ്പാടുകൾ, അതുപോലെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയിരുന്നതാണ്. അന്ന് UDF സർക്കാരാണ്. കൃത്യമായിട്ട് നമുക്കറിയാം, അന്നത്തെ UDF-ലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവ്, അദ്ദേഹം ഇന്ന് ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാവാണ്. അപ്പോൾ തുടക്കം മുതൽ അന്നും ഇന്നും കൃത്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നു. ഈ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഷെറിനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. അവിടെയും ഈ അന്നത്തെ ജയിൽ DIG-യുടെ ഇടപെടലിനെ തുടർന്ന്, സ്വാധീനത്തെ തുടർന്ന് ചില പ്രത്യേക പരിഗണനകൾ ലഭിച്ചിരുന്നു. അവിടെ ജയിൽ ജീവനക്കാരോട് മോശമായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ഷെറിനെ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. നമുക്കറിയാം, കണ്ണൂർ സെൻട്രൽ ജയിൽ അത് CPM-ന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഈ ഏറ്റവും ഒടുവിൽ ഷെറിൻ ഒരു അപേക്ഷ നൽകുന്നു. അതായത് എനിക്ക് ഈ തടവിൽ ഇളവ് വേണം, റിവിഷൻ വേണം എന്ന് പറഞ്ഞൊരു അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ പെട്ടെന്ന് തന്നെ ജയിൽ ഉപദേശക സമിതി പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനം എടുത്ത ശേഷം മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരുന്നു. ഈ ഫയൽ നീക്കമൊക്കെ ദ്രുതഗതിയിലായിരുന്നു. അപ്പോ ഈ സുനിത പറയുന്നതും അതുപോലെ ഇപ്പോ മന്ത്രിസഭാ യോഗത്തിന്റെ ഇടപെടൽ, ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള പരിഗണന ലഭിച്ചിരുന്നു എന്ന് 100% ഉറപ്പിക്കാം. എന്തായാലും ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് സുനിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അത് ഞാനിപ്പോ വെളിപ്പെടുത്തുന്നില്ല. രാത്രി 7 മണിക്ക് ഇവരുടെ അഭിമുഖം, അതിന്റെ പൂർണ്ണരൂപം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള, അതായത് വളരെ പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലെ ഒരു ജയിലിൽ, അതും ഒരു വനിതാ ജയിലിൽ എന്താണ് നടക്കുന്നത് എന്ന് അതിന്റെ ഒരു നേർസാക്ഷ്യം സുനിത വരച്ചിടുന്നുണ്ട്. അത് രാത്രി 7 മണിക്ക് കാണാം. അതെ, ശരി അനിൽ നമ്പ്യാർ. എന്തായാലും ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണാം മറുപടിയിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക്. വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ, ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിനെ പ്രതിക്കൂട്ടിലാക്കി ജീവനക്കാരായ അധ്യാപകരുടെ മൊഴി. ഷുഹൈബ് തയ്യാറാക്കി തന്ന ചോദ്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അതേസമയം ഇന്നലെ റിമാൻഡ് ചെയ്ത അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവർക്കുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ ഷുഹൈബിനെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു കാര്യമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പല ഭാഗത്തു നിന്ന് ഷുഹൈബിന് സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊരു ആക്ഷേപം കൂടി ഒരു കാലഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണവും കൂടിയാണ്. പക്ഷേ നമുക്കറിയാം, ഈ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്ന അധ്യാപകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഷുഹൈബ് തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങൾ തങ്ങൾ അവതരിപ്പിക്കുകയല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. തീർച്ചയായും ഈ ചോദ്യപേപ്പർ ചോർത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ പ്രതി അത് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബാണ്. ആ മുഹമ്മദ് ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. മുഹമ്മദ് ഷുഹൈബിലേക്ക് എത്തിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് MS സൊല്യൂഷൻസിലെ തന്നെ 2 അധ്യാപകർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അവർ ഇപ്പോൾ റിമാൻഡിലാണ്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ജിഷ്ണുവും ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഫഹദ് എന്നിങ്ങനെ 2 അധ്യാപകരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ, ഇന്നലെ ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവർ പോലീസിന്, അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് തങ്ങൾക്ക് ഈ പരീക്ഷയുടെ തലേ ദിവസം രാത്രിയിലാണ് ഈ ഷുഹൈബ് കൃത്യമായി ഒരു ചോദ്യം, തയ്യാറാക്കിയ ചോദ്യം തങ്ങൾക്ക് അയച്ചു നൽകി. ഈ ചോദ്യം ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശം ഷുഹൈബ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് പ്രസന്റ് ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ അധ്യാപകർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി.
അല്ലാതെ ഈ ചോദ്യപേപ്പർ എങ്ങനെ എവിടുന്ന് എന്നതിനെ കുറിച്ച് തങ്ങൾക്ക് വ്യക്തതയില്ല, അതിനെക്കുറിച്ച് ഒരു ധാരണയും തങ്ങൾക്കില്ല എന്നാണ് ഈ മറിച്ചും തിരിച്ചുമുള്ള ചോദ്യത്തിനൊടുവിലും ഈ അധ്യാപകർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ, അതായത് ഈ ഇംഗ്ലീഷിന്റെ പരീക്ഷയാണ് നടക്കാനിരിക്കുന്നതെങ്കിൽ അന്ന് ആ ദിവസത്തിന്റെ തലേ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ ഷുഹൈബ് തങ്ങൾക്ക് ചോദ്യപേപ്പർ അയച്ചു തന്നിരിക്കുന്നത്. അത് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യണം, ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഊന്നൽ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി ഷുഹൈബ് തങ്ങളോട് പറഞ്ഞിരുന്നു. അത് പ്രസന്റ് ചെയ്യുക മാത്രമാണ് തങ്ങളെന്ന് ഈ അധ്യാപകർ അന്വേഷണ സംഘത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകരുടെ മൊഴി കൃത്യമായി മുഖവിലക്കെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാപകരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഈ സ്കൂളുകളിലൊക്കെ തന്നെ, ഈ സർക്കാർ സ്കൂളുകളിലൊക്കെ തന്നെ ഈ പരീക്ഷ നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ചോദ്യപേപ്പർ ഈ സ്കൂളിൽ കൃത്യമായി എത്തും. അങ്ങനെയെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് ചോദ്യപേപ്പർ ചോർത്തി ഷുഹൈബിന് നൽകിയതാര്? ഈ ഒരു കണ്ണിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇത്ര ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. ഷുഹൈബിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കാനുള്ള ഒരു നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിലേക്കും സർക്കാർ ഏത് അധ്യാപകരാണ്, ആരാണ് ഈ ഷുഹൈബിനെ സഹായിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ കൂട്ടത്തിൽ CPM അനുഭാവികളായ CPMനോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരുണ്ട് എന്നത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം അവരിലേക്ക് നീളും, വിദ്യാഭ്യാസ വകുപ്പിലേക്ക് നീളും, അത് സർക്കാരിന് ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ ഷുഹൈബിനേക്ക് മാത്രം അന്വേഷണം ഒതുക്കാനും അല്ലെങ്കിൽ ഷുഹൈബിന് ജാമ്യം കിട്ടുന്നത് വരെ ഷുഹൈബിനെ പിടിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുമുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ ഷുഹൈബിലേക്ക് സംശയത്തിന്റെ മുല നീണ്ട സാഹചര്യത്തിലൊക്കെ തന്നെ ഷുഹൈബ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്തുണ്ടായിരുന്നു. പക്ഷെ ഷുഹൈബിനെ പിടിക്കാനോ അന്ന് ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. കൃത്യമായി ഒളിയിടം കണ്ടെത്തി അവിടേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഷുഹൈബിന് ഒരുക്കി കൊടുത്തത് ഈ അന്വേഷണ സംഘമാണ്. ഇപ്പോൾ കൃത്യമായി തന്നെ ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അടക്കമുള്ള നീക്കങ്ങൾ ഷുഹൈബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഷുഹൈബ് ഈ ഇതര സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ NMS സൊല്യൂഷൻസിലെ 2 അധ്യാപകരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇവരെ കൃത്യമായി തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകർ കൂടിയാണ്. കൃത്യമായി തന്നെ നമുക്കറിയാം, ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ ചോർന്നിരിക്കുന്നത് എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബ് ഇംഗ്ലീഷിന്റെ പരീക്ഷ ചോദ്യപേപ്പർ കൃത്യമായി തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇതിലൊക്കെ കൂടി തന്നെയായിരുന്നു ഈ സംശയം ഉടലെടുത്തിരുന്നത്. അതിലൂടെ നീണ്ടൊരു അന്വേഷണമാണ് ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യ സൂത്രധാരനും ആസൂത്രകനുമായിട്ടുള്ള MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിനെ കണ്ടെത്തുകയാണ് ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കുന്നത്. അതിനായുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടതും. ശരിയാണ്. എന്തായാലും ഡൽഹിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് BJP. ഭൂരിഭാഗം സർവേകളും ഡൽഹിയിൽ BJPയുടെ തിരിച്ചുവരവ് പ്രവചിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാകുമെന്നാണ് AAPയുടെ കണക്കുകൂട്ടൽ. ഡൽഹിയിൽ ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ഡൽഹിയിൽ BJPക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. എന്തായാലും ഇനി വോട്ടെണ്ണൽ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ പല കാര്യങ്ങളും BJPക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയമായും നൽകുന്ന വിശകലനം. നമുക്ക് എങ്ങനെ വിലയിരുത്താം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? രോഹിണി, എക്സിറ്റ് പോളിന് മുൻപ് പ്രചരണ ഘട്ടത്തിലും BJP തന്നെയാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത്. പ്രചരണത്തിന്റെ ഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്ന സമയങ്ങളിലെല്ലാം BJPക്ക് അനുകൂലമായ ഒരു തരംഗം രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ള സമൂഹവും മിഡിൽ ക്ലാസും, ഈ 2 വിഭാഗമാണ് 60% ഡൽഹിയിലെ വോട്ടർമാർ. അവരുടെ ഒരു പിന്തുണ ഈ തവണ BJP ആർജിക്കുന്ന ഒരു കാഴ്ച നമുക്ക് പൊതുവെ കാണാൻ കഴിയുമായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളും ഏതാണ്ട് അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJP 40-ന് മുകളിൽ സീറ്റുകൾ നേടി, അതായത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു ഐതിഹാസികമായ വിജയം ഡൽഹിയിൽ പ്രവചിക്കുന്നുണ്ട്. 27 വർഷങ്ങൾക്ക് ശേഷം BJP ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ അഭിപ്രായ സർവേകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ വിശദീകരിക്കുന്നത് ഈ എക്സിറ്റ് പോളുകൾ തെറ്റാണ് എന്നുള്ളതാണ്. പലപ്പോഴും എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തെറ്റാറുണ്ട്. അതിന്റെ ഒരു ആവർത്തനമായിരിക്കും ഇത്. അതല്ലാതെ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ
ആം ആദ്മിയും അതേ നിലപാട് വിശദീകരിക്കുകയാണ്. പക്ഷേ BJPയും ആം ആദ്മിക്കും അപ്പുറം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ തകർച്ചയെപ്പറ്റി എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് വിജയിക്കില്ല എന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. 2015-ലും 2020-ലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ ലഭിച്ചിരുന്നില്ല. അതേ രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകൾ ഒരുപോലെ വിശദീകരിക്കുന്നുണ്ട്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് CPM-നകത്ത് വിമത നീക്കം കരുത്താർജിക്കുന്നു. വിഭാഗീയത മാധ്യമ സൃഷ്ടിയെന്ന ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിറക്കി 24 മണിക്കൂർ പിന്നീട് മുൻപ് അണികൾ വീണ്ടും തെരുവിലിറങ്ങിയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതും PK ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതുമാണ് അണികളെ പരസ്യ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഓരോ ജില്ലാ സമ്മേളനങ്ങൾ വരുമ്പോഴും ഏറ്റവും അടുത്ത് ഈ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിക്കും MP ഗോവിന്ദനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് CPM-നകത്തെ വിമത നീക്കം കൂടുതൽ കരുത്താർജിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം, അല്ലേ? തീർച്ചയായും വടകരയിൽ CPM-നകത്ത് വിമത നീക്കം ശക്തമാകുന്നു എന്നതാണ് ഇന്നലത്തെ പ്രകടനത്തോടുകൂടി, പാർട്ടി അണികളുടെ പ്രകടനത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ ജില്ലാ കമ്മിറ്റിയിൽ, പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിലായിരുന്നു ആദ്യം മുതൽ തന്നെ പ്രതിഷേധം. കൃത്യമായി ഈ വടകരയിലെ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഈ വിഷയം ഫേസ്ബുക്കിലൂടെയായിരുന്നു ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നീട് പ്രകടനവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസം മുൻപും ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ നടന്നിരുന്നു. ആ സമയത്ത് ഈ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബ് അടക്കം പറഞ്ഞത് നേതാക്കൾ ആരും ആ പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നലെ കൃത്യമായി വൈകുന്നേരത്തോടു കൂടി നടന്ന പ്രതിഷേധ പ്രകടനം അത് മണിയൂർ പഞ്ചായത്തിലും തിരുവള്ളൂർ പഞ്ചായത്തിലുമാണ് നടന്നിരിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രമാണ്, CPM-ന് ഏറെ വോട്ടുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്നലെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടന്നത്. ഈ പ്രതിഷേധ പ്രകടനത്തിന് ഇടയിൽ കൃത്യമായി തന്നെ പാർട്ടി അണികൾ പറയുന്നുണ്ട്, തെറ്റു മനസ്സിലാക്കിയാൽ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കണം, അത് തിരുത്താൻ തയ്യാറാകണം പാർട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അണികൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിൽ നിലപാടെടുക്കുന്നവരുടെ സ്ഥാനം അത് പാർട്ടിക്ക് പുറത്താണ് എന്നതടക്കമുള്ള മുദ്രാവാക്യവും ഈ അണികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രകടനം നടത്തിയിരുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ഈ ഏരിയ സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലും ഒക്കെ തന്നെ ഈ വടകരയിലെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഈ പ്രതിഷേധ പ്രകടനം നടത്തിയവരുമായൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കമൊക്കെ ഇന്നലെ തന്നെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം കൃത്യമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അണികളെ പിണക്കാനുള്ളൊരു നീക്കം, പിണക്കിയവരെ അടുപ്പിക്കാനുള്ളൊരു നീക്കം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നതാണ് ഇന്നലത്തെ പ്രകടനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി തന്നെ 50-ലധികം അണികൾ ഇന്നലെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു എന്നതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇതിലൊരു ഇടപെടൽ നടത്താനാണ് ഈ CPM ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കാനുള്ള സാധ്യത ഉണ്ടാവുക. എന്തായാലും ഈ വടകരയെ സംബന്ധിച്ച് RMP പോലുള്ള ഈ സംഘടനകൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി വിട്ട് അണികൾ പോകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അനുനയ നീക്കം ശക്തമാക്കാനുള്ള ഒരു നീക്കമാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എന്നാലും വടകരയിൽ വിമത നീക്കം അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് പിന്തുണ ഉറപ്പാക്കും എന്നും പ്രതിരോധ സെക്രട്ടറി ഉറപ്പ് നൽകി. US-ന്റെ പശ്ചിമേഷ്യയിലെ മികച്ച പങ്കാളിയാണ് ഇസ്രായേലെന്ന് പ്രതിരോധ സെക്രട്ടറി ചർച്ചയിൽ വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് യുദ്ധവേളയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി കൂടിക്കാഴ്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ
അവകാശത്തിന് പിന്തുണ ഉറപ്പാക്കുമെന്നും പ്രതിരോധ സെക്രട്ടറി ഉറപ്പു നൽകി. യുഎസിന്റെ പശ്ചിമേഷ്യയിലെ മികച്ച പങ്കാളിയാണ് ഇസ്രായേലെന്ന് പ്രതിരോധ സെക്രട്ടറി ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധവേളയിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അവർ എക്കാലത്തെയും മികച്ച സുഹൃത്തുക്കളായിരിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഐസൺ ജോസിലേക്ക് വീണ്ടും പോകുന്നു. ഐസൺ, തുടരാം. തീർച്ചയായും രോഹിണി, ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പ്രധാനമായും ഒരു റീഡ് ഔട്ട്, അതായത് അവിടെ നിന്ന് സാധാരണഗതിയിൽ അന്താരാഷ്ട്ര നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രസ്താവനയ്ക്ക് സമാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നതിലാണ് വളരെ കൃത്യമായി പീറ്റ് ഹെഗ്സത്തിൻ്റെ ഒരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 100% ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കും, അല്ലെങ്കിൽ ആത്മാർത്ഥമായി സഹകരിക്കുമെന്ന നിലപാട് വളരെ കൃത്യമായി പ്രതിരോധ സെക്രട്ടറി പറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ പ്രധാനമന്ത്രി, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ, ഇന്നലെ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപുമായുള്ള, അതായത് നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ ആ പരസ്യ പ്രസ്താവന നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിൽ വളരെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് 7 യുദ്ധമുന്നണികൾ അല്ലെങ്കിൽ 7 ഭീകര സംവിധാനങ്ങൾ തങ്ങൾക്ക് ചുറ്റുമുണ്ട്, അവരോടെല്ലാം പോരടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഇസ്രായേലിൻ്റെ ധീരതയെ അംഗീകരിക്കുന്നു, ആ ധീരമായ ചുവടുവെപ്പുകളെ അംഗീകരിക്കുന്നു എന്ന് വളരെ കൃത്യമായി ട്രംപ് ആ പരസ്യമായ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിരോധ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാടുകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, പല വിധത്തിലുള്ള സംവിധാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലിന് ലഭ്യമാക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലെല്ലാം തന്നെ വലിയ ഒരു സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം ഉറപ്പാക്കുന്നതിന് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരു സമാധാനത്തിൻ്റെ തുരുത്താക്കി ഗാസയെ മാറ്റുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ, അതിനെ പിന്തുണ നൽകുന്ന ആ പ്രദേശത്ത് ശക്തി ഉറപ്പാക്കി, അതായത് ഇത്തരത്തിലുള്ള വിധ്വംസക സ്വഭാവങ്ങളുള്ള പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നതിനെ ശക്തി ഉറപ്പാക്കുക എന്നതാണ്. അതായത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്ക് ശക്തി ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളും ഉണ്ടായി. ഒരു ആണവരാഷ്ട്രമല്ല ഇറാൻ, ആണവരാഷ്ട്രമാകാനൊട്ട് സാധിക്കുകയുമില്ല എന്ന നിലപാട് കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അത്തരത്തിലൊരു ഭീഷണി തുടർന്നും, അതായത് ആണവ ഭീഷണിയല്ല, യുദ്ധഭീഷണി, പ്രോക്സി വാറിൻ്റെ ഭീഷണി തുടർന്നും ഇറാൻ കൈക്കൊള്ളുകയാണെങ്കിൽ, ഈ ഹമാസും ഹൂതി വിമതരും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി കൈക്കൊള്ളുകയാണെങ്കിൽ അത് ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, ഹൂതി വിമതരെ വീണ്ടും ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയെ, നമുക്കറിയാവുന്നതാണ്, യമനിൽ ഒരു വിഭാഗം, ഒരു പ്രദേശം മുഴുവൻ ഭരിക്കുന്ന ഒരു സർക്കാരിന് സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംവിധാനമാണ് ഹൂതി വിമതരെങ്കിൽ കൂടി അവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുമെന്ന നിലപാടും ഇന്നലെ ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, ആ പ്രദേശത്തുള്ള പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്ന എല്ലാ ശക്തികളെയും ശക്തി കൊണ്ട് തന്നെ നേരിടാനുള്ളൊരു തീരുമാനമുണ്ടാകും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്നലെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം പീറ്റ് ഹെഗ്സത്തുമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുന്നു. ഇനിയും ശക്തമായി നിലവിലെ സാഹചര്യത്തിൽ മെഡിറ്ററേനിയനിലെല്ലാം തന്നെ ശക്തമായൊരു സുരക്ഷാ സന്നാഹം US-ൻ്റെ ഭാഗത്തു നിന്നുണ്ട്, ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെയുണ്ട്. അത് തുടരുമെന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനപരമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി. ഐസൺ, വീണ്ടും വാർത്തകളിലേക്ക് എത്തുമ്പോൾ, ഇടുക്കി കൂട്ടാറിൽ പോലീസ് അതിക്രമത്തിൽ കമ്പമിട്ട CA ഷമീറിനെതിരെ പരാതി. പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നത് കാണുകയായിരുന്ന കുമരമെട്ട് സ്വദേശി മുരളീധരനെ അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദനമേറ്റ് മുരളീധരന് പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്കുള്ള പണം നൽകാമെന്ന് CI പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീടത് പാലിച്ചില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇത്തരത്തിൽ യാതൊരു കാരണവുമില്ലാതെ തന്നെ മർദ്ദിക്കുകയും അതുമൂലമുണ്ടായ പരിക്കിൽ ചികിത്സിക്കാനുള്ള പണം നൽകാമെന്ന് പറയുകയും പിന്നീട് പണം നൽകിയില്ല എന്നും പരാതി നൽകുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്?
ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കി കമ്പമെന്റ് ഈ ഷമീർ ഖാനാണ് ഈ മർദ്ദനം നടത്തിയത്. ഈ മർദ്ദനമേറ്റത് കുമരമ്പെട്ട സ്വദേശിയായിട്ടുള്ള ഒരു ഡ്രൈവറായിട്ടുള്ള മുരളീധരൻ എന്നയാളാണ്. ഈ ന്യൂ ഇയറിന്റെ അന്ന് രാത്രി തലേ ദിവസം രാത്രി ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കൂട്ടാൽ. ഈ സമയത്ത് ഈ മുരളീധരൻ ഏതാനും സുഹൃത്തുക്കളും ഈ സമീപത്ത് ഏതാനും യുവാക്കൾ പടക്കം പൊട്ടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഷമീർ ഖാൻ അവിടേക്ക് എത്തുന്നത്. ശേഷം ഈ യുവാക്കളോട് പടക്കം പൊട്ടിക്കുന്നത് അവസാനിപ്പിച്ച് ഇവിടെ മടങ്ങി പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ പടക്കമെല്ലാം പൊട്ടിച്ചു തീർത്തതിനു ശേഷം ഉടൻ തന്നെ പൊയ്ക്കൊള്ളാം എന്നിവർ മറുപടി പറയുകയും ചെയ്തു. പ്രകോപിതനായി ഈ ഷമീർ ഖാനും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും മറ്റുള്ള ആ യുവാക്കളെ അവിടെ നിന്ന് ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഈ മുരളീധരന്റെയും മറ്റു സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് എത്തുന്നതും ഇവരെ തള്ളി നീക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഈ മുരളീധരന്റെ കരണക്കുറ്റിക്കേറ്റ് ഈ ഷമീർ ഖാൻ വലിഞ്ഞടിക്കുകയും ചെയ്തത്. ഒറ്റയടിക്ക് തന്നെ ഇതിനെ താഴെ വീഴുകയായിരുന്നു. ഇതിനുശേഷം ഷമീർ ഖാൻ അവിടുന്ന് പോവുകയും ഇതിനുശേഷം രാവിലെയോടുകൂടി മുരളീധരന്റെ പല്ല്, അതായത് മോണയ്ക്കും കലശലായ വേദനത്തിനെ തുടർന്നാണ് ആശുപത്രിയിൽ പോയത്. ഈ സമയത്ത് ഇവർ പോലീസിലെത്തി വീണ്ടും പരാതി നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഈ സമയത്താണ് ഷമീർ ഖാൻ ഒരു നിബന്ധന വച്ചത്. പ്രധാനമായും ഈ ഒത്തുതീർപ്പിലേക്ക് പോകാം, ഈ ആശുപത്രി ചിലവ് നൽകിക്കൊള്ളാമെന്നായിരുന്നു ആ ഉറപ്പ്. പക്ഷെ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ഇതാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കി SP-ക്ക് മുരളീധരൻ പരാതി നൽകിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് നൽകിക്കൊണ്ടാണ് ഈ ഒരു പരാതി. ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്ത് അതിക്രമം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇന്നലെ പത്തനംതിട്ടയിൽ സമാനമായ രീതിയിലുള്ള ഒരു അക്രമം ഉണ്ടായിരുന്നു. അതിന് അതുല്യമായി തന്നെയാണ് കമ്പമെട്ടിലെ വാർത്തയും പുറത്തു വരുന്നത്. സുബിൻ, അതായത് ഈ പോലീസിന്റെ അതിക്രമം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പോലീസിനുള്ളിലെ അച്ചടക്കമില്ലായ്മ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ CI ആക്രമിച്ചത് പ്രകോപനമില്ലാതെയാണ് എന്നുള്ള പരാതി നൽകിയിട്ട് പോലും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായ മറ്റൊരു വസ്തുത. ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ പരാതിക്കാരൻ ഉദ്ദേശിക്കുന്നത്? പരാതിയുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് പരാതിക്കായ മുരളീധരന്റെ തീരുമാനം. പ്രധാനമായും ഈ പല്ല് പോയി, അത് കൂടാതെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ഒരു അതിക്രമം നടത്തിയത്. ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെ മുരളീധരൻ മുമ്പോട്ട് വയ്ക്കുന്നു. ഈ SP-ക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിലൊരു പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മുരളീധരൻ കടന്നിട്ടുള്ളത്. ശരി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റാഗിംഗ് പരാതിയിൽ 11 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നിയോഗിച്ച 5 അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലാണ് നടപടി. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തു എന്നായിരുന്നു പരാതി. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ. മുൻപാണ് ഈ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ഈ 2ാം വർഷ വിദ്യാർത്ഥികൾ 1ാം വർഷ വിദ്യാർത്ഥികളെ തങ്ങളെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 1ാം വർഷ വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചു. ഈ സമിതി നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ റാഗിംഗ് നടന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 2ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള അന്ന് റാഗ് ചെയ്ത 11 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ റാഗിംഗ് പരാതിയിൽ സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും തങ്ങളെ ഉപദ്രവിച്ചു എന്നായിരുന്നു ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ ഈ പരാതി നൽകിയിരുന്നത്. മാത്രമല്ല, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ 5 അംഗ സമിതി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് തുടർ നടപടിക്കായി മെഡിക്കൽ കോളേജ് പോലീസിന് ഈ കോളേജ് അധ്യാപകർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അനഘ, അതോടൊപ്പം നിലവിൽ ഇപ്പോൾ 11 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ സസ്പെൻഷന് വിധേയമായിരിക്കുന്നത്. ആന്റി റാഗിങ്ങിനെതിരെ എല്ലാ സ്ഥാപനങ്ങളിലും, സർവകലാശാലകളിലും കോളേജുകളിലും ഒക്കെ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നടത്തുമ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ 11 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നേരിടുക, അതോടൊപ്പം നേരത്തെ ജൂനിയർ വിദ്യാർത്ഥികൾ പരാതി നൽകുക എന്നൊക്കെ പറയുന്നത് ആരോഗ്യവകുപ്പ് ഗൗരവതരമായി തന്നെ കാണുന്നുണ്ടോ? ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലൊരു അതീവ ഗൗരവകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിലൊരു ഇടപെടലോ അല്ലെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം, ഇത് മെഡിക്കൽ കോളേജാണ്, അവിടെ ഇത്തരത്തിലൊരു റാഗിംഗ് സംഭവം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഈ 1ാം വർഷ വിദ്യാർത്ഥികളെ മാനസികമായും
ശാരീരികമായും ഉപദ്രവിച്ചു എന്നാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതായത് 1ാം വർഷ വിദ്യാർത്ഥികളെ 2ാം വർഷ വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റാഗിംഗ് പരാതിയിൽ നൽകിയിരിക്കുന്നത്. അത് ഈ വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് ആണ് നമുക്ക് ഈ പരാതിയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു റാഗിംഗ് പരാതിയിൽ 11 വിദ്യാർത്ഥികളാണ്, ഈ 2ാം വർഷത്തിലെ 11 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇത്ര വലിയ ഗൗരവമായ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഈ ആരോഗ്യ വകുപ്പിന്റെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അനഘ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് റാഗിംഗ് പരാതിയിൽ 11 വിദ്യാർത്ഥികളാണ് സസ്പെൻഷൻ നേരിടുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. പകുതി വിലയിൽ തട്ടിപ്പ് നടത്തിയ പ്രതി അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. വാഹനങ്ങൾ വാങ്ങിയത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച്. അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. കിരൺകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഇതിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ച് കൂടി ഇയാൾ വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. അതിലും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ദേവിക, ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ സ്വത്തുവകകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമിക നടപടി എന്ന നിലയിൽ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 3 കാറുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള വാഹനങ്ങളാണ് ഈ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് എല്ലാം തന്നെ ഈ തട്ടിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണം ഉപയോഗിച്ചാണ് ഈ വാഹനങ്ങൾ വാങ്ങിയത് എന്ന് തന്നെയാണ് പോലീസിന് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇടുക്കിയിൽ ഇയാൾ വലിയ രീതിയിൽ തന്നെ ഭൂമി വാങ്ങിക്കൂട്ടിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭൂമി അടക്കമുള്ള കാര്യങ്ങളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏതായാലും പോലീസ് സംഘം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ 400 കോടിയോളം രൂപ വന്നിരുന്നതായിട്ട് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് ഈ തട്ടിപ്പിലൂടെ സ്വരൂപിച്ചിട്ടുള്ള പണമാണ്. ഇനി വേറെ ഏതെങ്കിലും അക്കൗണ്ടുകളുണ്ടോ, ഇയാൾക്ക് ബിനാമി അക്കൗണ്ടുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും 1000 കോടി രൂപയിലധികമുള്ള തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എറണാകുളത്ത് മാത്രമല്ല, അല്ലെങ്കിൽ പരാതി ഉയർന്നിട്ടുള്ള എറണാകുളത്തും കണ്ണൂരിലും മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഇതിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ഏതായാലും കടക്കുന്നത്. ഇന്ന് ഏതായാലും പോലീസ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയും മൂവാറ്റുപുഴ കോടതി ഏതായാലും പരിഗണിക്കുകയാണ്. ദേവിക, എന്തായാലും പകുതി വില തട്ടിപ്പിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനങ്ങൾ വാങ്ങിയത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ചാണ്. അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. കിരൺകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. തിരുവനന്തപുരം വെള്ളറടയിൽ പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം മകൻ പോലീസിൽ കീഴടങ്ങി. വെള്ളറട സ്വദേശി പ്രജിത്താണ് പിതാവ് ജോസിനെ കൊലപ്പെടുത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പ്രതി പോലീസിൽ മൊഴി നൽകി. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്തായിരുന്നു സംഭവം? രോഹിണി, ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം നടന്നത്. മകൻ പ്രജിൻ 20 വയസ്സാണ് അദ്ദേഹത്തിന്. അയാൾ പിതാവായ ജോസിനെയാണ് ഇന്നലെ വൈകുന്നേരം വെട്ടിക്കൊലപ്പെടുത്തിയത്. വെള്ളറട കിളിമാനൂർ ചാമവിളയായിരുന്നു സംഭവം നടന്നത്. പ്രജിൻ എന്ന് പറയുന്ന കൊല നടത്തിയ വ്യക്തി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. കോവിഡ് കാലത്ത് ചെന്നൈയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോവിഡിന് ശേഷം തിരിച്ച് നാട്ടിലെത്തുകയായിരുന്നു. ഇന്നലെ വീട്ടിനുള്ളിൽ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം പ്രജിൻ സ്വയമേ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. മൃതദേഹം കണ്ട ഭാര്യയുടെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതുപോലെ തന്നെ നെഞ്ചിലും കഴുത്തിലുമാണ് ജോസിനെ വെട്ടേറ്റിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോസ് മകനായ പ്രജിൻ പോലീസിനോട് പറയുന്നത് തന്റെ കാര്യങ്ങളിൽ തനിക്ക് എങ്ങനെ പണം ചെലവാക്കണമെന്നും തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടുമാണ് പിതാവിനോട് വൈരാഗ്യം തോന്നിയാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചതെന്നാണ് ഇപ്പോൾ മകൻ പോലീസിനോട് നൽകുന്ന വിവരം. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കുറച്ച് പോസിറ്റീവ് വാർത്തകളാകാമെന്ന് തോന്നുന്നു. കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി തിരുവനന്തപുരം തൊഴുവൻകോട് ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഭാരതീയ നൃത്ത പരിപാടി. തിരുവനന്തപുരം ക്ഷേത്ര കലാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് നൃത്തരാവ് അരങ്ങേറിയത്.
തിരുവനന്തപുരം തൊഴുവൻകോട് ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഭാരതീയം നൃത്ത പരിപാടി അരങ്ങേറിയത്. ഭാരതത്തിന്റെ ക്ലാസിക് നൃത്തരൂപങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ളതായിരുന്നു ക്ഷേത്ര കലാകേന്ദ്രം അവതരിപ്പിച്ച നൃത്തരാവ്. കഥക്, മണിപ്പൂരി, ഒഡീസി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കളരി, കഥകളി തുടങ്ങി വേറിട്ട കലാരൂപങ്ങൾ ഒരുമിച്ച് വേദിയിൽ കാണാനായത് കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. തനത് കലാരൂപങ്ങൾ ആസ്വദിക്കുന്നവർ കുറവായതിനാലാണ് ഭാരതത്തിന്റെ വിവിധ കലാരൂപങ്ങളെ വേറിട്ട രീതിയിൽ കോർത്തിണക്കി അവതരിപ്പിച്ചതെന്ന് ക്ഷേത്ര കലാകേന്ദ്രം സെക്രട്ടറി ശ്രീവരാഹം അശോക് കുമാർ പറഞ്ഞു. നമ്മുടെ ജനങ്ങൾക്ക് ഒരു കഥകളിയോ അല്ലെങ്കിൽ ക്ഷേത്ര കലാരൂപങ്ങളെയോ ആസ്വദിക്കാനുള്ള ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ സഭ ഇപ്പോൾ ഇല്ല, നിലവിലില്ല. അപ്പോൾ ഒരു നൂതന ശൈലിയിൽ കൂടെ ഒരു ഫ്യൂഷൻ മോഡലിലൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉള്ളിലോട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടന താള തരംഗം എന്ന് പറഞ്ഞിട്ട് താളങ്ങളുടെ ബേസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് കേരളീയ കലാരൂപങ്ങൾ കൊണ്ട് നമ്മൾ അവതരിപ്പിച്ച് നവരസാഞ്ജലി, നടനതാള തരംഗ്, പ്രപഞ്ചത്തിനെ ആസ്പദമാക്കി പ്രണവധ്വനി, ഇങ്ങനെ ഓരോ വർഷവും പല കണ്ടന്റ് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അവരിരുന്ന് അതിനെ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നത്. ഓരോ കലയിലും പ്രാവീണ്യം തെളിയിച്ച 55 കലാപ്രതിഭകളാണ് ഭാരതീയം നൃത്ത പരിപാടി അവതരിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം. ഗാസയെ റിവിയറയാക്കാൻ തയ്യാറാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ഇത്. എന്താണ് റിവിയയുടെ അർത്ഥം നോക്കാം. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പുതിയ തലങ്ങളിലേക്ക് വളരുന്നതിനിടെയാണ് ഗാസയെ റിവിയേറയാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ഇറ്റാലിയൻ വാക്കായ റിവിയേറയുടെ അർത്ഥം കടൽത്തീര സുഖവാസ കേന്ദ്രം എന്നാണ്. ലളിതമായി പറഞ്ഞാൽ അവധിക്കാലം ആഘോഷിക്കാൻ വിനോദസഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്ന മികച്ച സ്ഥലങ്ങളെയാണ് റിവിയേറ അർത്ഥമാക്കുന്നത്. മധ്യേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. വെടിയൊച്ചകൾ മുഴങ്ങിയ ഗാസയിൽ ഇനി ശാന്തിയും സമാധാനവും നിറയും. ടാങ്കുകൾ ഭീതി വിതച്ച് നിറഞ്ഞ റോഡുകളിൽ നിറയുന്നത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളാകും. മാസങ്ങൾ നീണ്ട യുദ്ധത്തിൽ തകർന്നുകിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കും. ശത്രുക്കളുടെ മുന്നേറ്റം പ്രതിരോധിക്കാൻ വിന്യസിച്ച ബോംബുകൾ നിർവീര്യമാക്കുമെന്നും ആയുധാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുമെന്നും ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നും ട്രംപ് ഉറപ്പു നൽകുന്നു. ചുരുക്കത്തിൽ യുദ്ധം താണ്ഡവമാടിയ സ്ഥലമാണെന്ന് ഓർമ്മപ്പെടുത്താത്ത വിധത്തിൽ ഗാസയെ മനോഹരമായ കടൽ തീരത്തിന് സമാനമായി മാറ്റിയെടുക്കുമെന്നാണ് വാഗ്ദാനം. അമേരിക്കൻ സൈന്യത്തെ ഗാസ മുനമ്പിലേക്ക് അയക്കും. ഉടമസ്ഥതാവകാശം അമേരിക്ക ഏറ്റെടുത്ത് പുനർനിർമ്മാണം നടത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് പദ്ധതിയിടുന്നത്. എന്നാൽ യുദ്ധക്കെടുതിയിൽ അവശേഷിക്കുന്ന ബാക്കിയാളുകളിൽ വീണ്ടും ഇരുണ്ട ദിനങ്ങൾ അലയടിക്കരുതെന്ന നിർബന്ധവും അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. ഇതിനായി പലസ്തീൻ ജനത ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് അവിടെ ജീവിച്ചു മരിച്ചവരും യുദ്ധം ചെയ്തവരും അല്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഗാസയെ മധ്യേഷ്യയുടെ റിവിയേറയാക്കുമെന്ന ട്രംപിന്റെ പദ്ധതിയെ സ്വാഗതം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു. ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണ പിന്തുണ അറിയിച്ചു. ട്രംപിന്റെ വാക്ക് ഏറ്റെടുത്ത് ഗാസ മുനമ്പിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുമെന്ന പ്രത്യാശയിലാണ് ഇപ്പോൾ ലോകവും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. യുഎസിലെ സർക്കാർ സംവിധാനങ്ങളെ ഉടച്ചുവാർക്കാൻ ഇലോൺ മസ്ക് നിയോഗിച്ച സംഘത്തിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജനായ ഒരു യുവ എഞ്ചിനീയറുണ്ട്. 19-ാം വയസ്സിൽ മെറ്റയ്ക്കായി AI മോഡലുകൾ തയ്യാറാക്കി ശ്രദ്ധ നേടിയ ആകാശ് ബോബ. മസ്കിന്റെ വിശ്വസ്തനായി പുതിയ ദൗത്യത്തിന് ഒരുങ്ങുകയാണ് ആകാശ്.
ഇലോൺ മസ്കിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിലേക്ക് നിയമനം ലഭിച്ച 6 യുവ എഞ്ചിനീയർമാരിൽ ഒരാളാണ് ആകാശ് ബോബ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഫിനാൻഷ്യൽ മോഡലിംഗ് മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്ത ആകാശ് ടെക്നോളജിയുടെ പറുദീസയായ സിലിക്കൺ വാലിയിൽ മികവ് തെളിയിച്ച പ്രതിഭയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന US ഡിജിറ്റൽ സർവീസിന്റെ ഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിലാണ് ആകാശ് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുക. 19നും 24നും ഇടയിൽ പ്രായമുള്ള 6 പേരെയാണ് മസ്ക് സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. 19ാം വയസ്സിൽ സിലിക്കൺ വാലിയിൽ മെറ്റയ്ക്കായി AI മോഡലുകൾ തയ്യാറാക്കിയ പ്രതിഭയാണ് ആകാശ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബർക്കലിയിൽ മാനേജ്മെന്റ് എന്റർപ്രണർഷിപ്പ് ടെക്നോളജി പ്രോഗ്രാമിന് ശേഷമാണ് ആകാശ് സിലിക്കൺ വാലിയിൽ എത്തിയത്. മെറ്റ കൂടാതെ പലന്തർ, ബ്രിഡ്ജ് വാട്ടർ അസോസിയേറ്റ്സ് തുടങ്ങിയ മുൻനിര കമ്പനികളിലെ ഇന്റേൺഷിപ്പ് പരിചയവും മുതൽക്കൂട്ടായി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അങ്ങനെ ദേവിക, നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. എന്തായാലും തുടർ വാർത്തകളും തത്സമയ റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.